ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 47-ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് ലോകവ്യാപകമായ അക്രമങ്ങൾക്ക് വേണ്ടിയാണ്. സ്വർഗത്തിൻ്റെ നിലവിളി, സ്വർഗത്തിൻ്റെ വലിയ തേങ്ങലാണ് ലോകവ്യാപകമായ അക്രമങ്ങൾ, ലോകത്തിൻ്റെ പാപങ്ങൾ, ലോകത്തിൻ്റെ അതിക്രമങ്ങൾ, ലോകത്തിൽ നടമാടുന്ന കലുഷിതമായ അവസ്ഥകൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ലോകവ്യാപകമായിട്ടുള്ള കൊല്ലയും കൊള്ളയും എല്ലാവിധത്തിലുള്ള നശിപ്പുകളും, ഇതിനെ പ്രതി സ്വർഗം ഒരുപാട് ഇന്ന് കരയുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങല് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗം നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ ഉത്തരം നൽകുകയാണ്. നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം. 40 ദിനങ്ങളാണ് ഈ ശുശ്രൂഷ നമ്മൾ ആദ്യം ഒരുക്കിയത്. എന്നാൽ സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളാണ് 55 ദിവസം ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷ കർത്താവ് നീട്ടുകയാണ്. ഈ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥന തിരുസഭയ്ക്ക് ആവശ്യമുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗവും ലോക ജനതയ്ക്ക്, ലോകരാജ്യങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിനറിയാം. സ്വർഗം നമ്മോട് കാണിച്ച ഈ മനസ്സലിവിനെ ഓർത്ത്, കർത്താവ് നമ്മോട് കാണിച്ച ഈ മഹാകാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് അല്പസമയം ഓർത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ ഒരുങ്ങാം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 7-ാം വചനത്തിൽ കർത്താവ് ഒരു പ്രവചനം തരികയാണ്. എന്താണ് വചനം? ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഇതൊരു പ്രവചന സന്ദേശമാണ്. അവസാന നാളുകളിൽ എന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ ലോകരാജ്യങ്ങളെ ഞാൻ അഭിഷേകത്താൽ കുലുക്കും. ജനപദങ്ങളെ, പഞ്ചഭൂഖണ്ഡങ്ങളെ, അസംഖ്യം ജീവിതങ്ങളെ എന്റെ അഭിഷേക ശക്തിയാൽ ഞാൻ കുലുക്കും. ഹല്ലേലൂയ. ഇത് കർത്താവ് നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശമാണ്. ലോകത്തിന് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം. ലോക ജനതയ്ക്ക് വേണ്ടി നിലവിളിക്കണം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. ലോക ജനതയുടെ മാനസാന്തരത്തിന് വേണ്ടി, ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ അഗ്നി കത്തി പടരുവാൻ വേണ്ടി, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, അതിക്രമങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് പരിത്യാഗമെടുക്കുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. ഹല്ലേലൂയ. വീണ്ടും ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് തരികയാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വർഷം ലോകരാജ്യങ്ങളിൽ സംഭവിക്കാം. ദേശദേശാന്തരങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, തിരുസഭ മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ തീ പടരുവാൻ, കാട്ടുതീ പോലെ ആത്മാവിന്റെ അഗ്നി കത്തുവാൻ, ആത്മാവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ, സാത്താൻ കോട്ടകൾ തകരുവാൻ, അന്ധകാര കെട്ടുകൾ അഴിയുവാൻ, പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടിപ്പോകുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക. സ്നേഹത്തോടെ ആത്മാവിനെ വിളിക്കുക. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഒരു 3 പ്രാവശ്യം എല്ലാവരും സ്വരമുയർത്തി വിളിച്ചേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ,
ലോകരാജ്യങ്ങളിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്ക്, പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. തിരുസഭയിലേക്ക് വരണമേ. എല്ലാ കുടുംബങ്ങളിലേക്ക് വരണമേ. സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ വരണമേ. കരമുയർത്തി ഇടിമുഴക്ക ശക്തിയോടെ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജ്യങ്ങളിലേക്ക് വരണമേ, ജനപദങ്ങളിലേക്ക് വരണമേ, ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ. ലോകത്തിന്റെ അതിക്രമങ്ങള്, ലോകവ്യാപകമായ അക്രമങ്ങളിലേക്ക്, ലോകവ്യാപകമായ എല്ലാ ദുഷിപ്പുകളിലേക്കും, ലോകത്തിന്റെ മ്ലേച്ഛതകളിലേക്ക്, ലോകത്തിന്റെ അശുദ്ധികളിലേക്ക് ദൈവത്തിന്റെ തീയായി റൂഹായേ വരണമേ. റൂഹ, റൂഹ, റൂഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് അടിയറു വെച്ച് പരിശുദ്ധാത്മാവെല്ലാം ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവെല്ലാം നിയന്ത്രിക്കട്ടെ. നമ്മളായിരിക്കുന്നിടത്ത് വലിയ ദാഹത്തോടെ ആത്മാവിൽ നിറയുവാൻ, ആത്മശക്തി പ്രാപിക്കുവാൻ, ആത്മാവിന്റെ അഭിഷേകം സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ. ആമേൻ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണം. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. Come Holy Spirit, come Holy Spirit. ആത്മാവേ, ആത്മാവേ കൃപ തരണമേ, ജ്ഞാനം തരണമേ, അറിവ് തരണമേ, കർത്താവിന്റെ ആലോചന നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. എല്ലാ ജനപദങ്ങളിലും ആത്മാവിന്റെ തീ കത്തട്ടെ. ഹോളി സ്പിരിറ്റ് വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ പാപക്കെട്ടുകൾ അടിക്കണമേ. ലോകത്ത് നടമാടുന്ന എല്ലാ ദുഷിപ്പുകളെയും കരിച്ചു കളയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹിച്ച് പാടിക്കേ. പഞ്ചഭൂഖണ്ഡങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ലോക ജനതയുടെ മേൽ വരിക, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ദേശാന്തരങ്ങളുടെ മേൽ കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. അസംഖ്യാത്മാക്കളിലേക്ക് പിശാചിന്റെ പിടിയിലമർന്നിരിക്കുന്ന, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന, കഠിന ഹൃദയങ്ങളുള്ള, അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത എല്ലാ ആത്മാക്കളിലേക്കും പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ. ആത്മാവേ കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. ലോകം മുഴുവനിലും, ലോകം മുഴുവനിലും, എല്ലാ ജനപദങ്ങളിലെ, എല്ലാ ഗോത്രങ്ങളിലെ, എല്ലാ ഭാഷകളിലെ, എല്ലാ രാജ്യങ്ങളിലെ, എല്ലാ ജനതകളിലെ ആത്മാവിന്റെ കാറ്റടിക്കുവാൻ, ആത്മാവിന്റെ തീയിറങ്ങുവാൻ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മ അഭിഷേകം വ്യാപിക്കുവാൻ കരമുയർത്തി ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, റൂഹായേ, ദൈവത്തിന്റെ കാറ്റ് വീശുക. മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകവ്യാപകമായ അക്രമങ്ങളിലേക്ക്, ലോകത്തിന്റെ എല്ലാ മ്ലേച്ഛതകളിലേക്ക്, ലോകത്തിന്റെ എല്ലാവിധ ദുഷിപ്പുകളിലേക്ക്, ലോകത്തിന്റെ സകല പാപങ്ങളിലേക്ക് ആത്മാവിന്റെ തീയിറങ്ങട്ടെ. പരിശുദ്ധാത്മ തീ, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപശക്തികള്, തിന്മയുടെ ശക്തികള്, അരാജക ശക്തികള്, സാത്താന്യ ശക്തികള്, ലോകത്തിന്റെ ശക്തികള് പരിശുദ്ധാത്മ ശക്തിയാൽ തകർക്കപ്പെടട്ടെ, നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, പിതാവേ നന്ദി,
പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷ ആത്മാവ് ഏറ്റെടുക്കണമേ. ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ആത്മാവേ വരണമേ. പരിത്യാഗത്തിന്റെ അരൂപിയായി, പ്രാർത്ഥനയുടെ ആത്മാവായി, സകല ശക്തിയുടെ ചൈതന്യമായി ജനകോടികളിൽ കത്തിപ്പടരണമേ. സ്പിരിറ്റ് മൂവ്, മൂവ്, മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ലോകവ്യാപകമായ എല്ലാ അക്രമങ്ങളെയും, ലോകത്ത് നടമാടുന്ന എല്ലാവിധത്തിലുള്ള നാശവും ദുഷിപ്പവും, ലോകത്തിന്റെ സകല പാപങ്ങളും, അമ്മേ, അമ്മയുടെ വേദന ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോക ജനതയെ സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ അമ്മ ഏറ്റെടുത്ത് ക്രമപ്പെടുത്തണമേ. സൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ, മലാഖമാരെ പ്രാർത്ഥിക്കണമേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരി. അമ്മ മാതാവിന്റെ കരം പിടിച്ച് സ്നേഹത്തോടൊന്ന് പറഞ്ഞേ, ആവേ ആവേ മരിയ, ആവേ മരിയ. അമ്മേ അമ്മേ, അമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മ മാതാവേ, ഞങ്ങൾ ഏറ്റെടുക്കണം. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ പ്രാർത്ഥന നിയോഗം ലോകവ്യാപകമായ അക്രമങ്ങളാണ്. ഇന്ന് ലോകത്തിൽ നടമാടുന്ന ഒരു ദേശത്തെയോ ഒരു സ്ഥലത്തെയോ പ്രാദേശികമായൊരു വിഷയമല്ല ഇത്. ലോകം മുഴുവൻ ഇന്ന് അക്രമത്തിൻ്റെയും ഭീകര പ്രവർത്തനങ്ങളുടെയും നാശത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും അശാന്തിയുടെയും പിടിയിലാണെന്ന് നമുക്കിന്ന് നല്ലതുപോലെ അറിയാം. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, നിന്റെ ആഗമനത്തിൻ്റെ യുഗാന്ത്യത്തിൻ്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. മത്തായിയുടെ സുവിശേഷം 24:3 കാണാൻ പറ്റും. കർത്താവേ, നിന്റെ ആഗമനത്തിന് അടയാളം പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല നിർണായകമായ അടയാളങ്ങളും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. വളരെ കൃത്യതയോടുകൂടി കർത്താവ് സംസാരിക്കുകയാണ്. ഇന്ന അടയാളങ്ങൾ അക്കമിട്ട് കർത്താവ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:7 കർത്താവ് പറഞ്ഞു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞ ഈ നിർണായകമായ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ജനം ജനത്തിനെതിരായി തിരിയും. നമ്മൾ ഇന്ന് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ജനം ജനത്തിനെതിരായി തിരിയുകയാണ്. സ്നേഹത്തിനും സാഹോദര്യത്തിനും നീതിക്കും മൂല്യങ്ങൾക്കും വിലയില്ലാത്ത വിധം തമ്മിലടിച്ച് പലവിധത്തിലുള്ള ദുഷിപ്പുകൾ പ്രചരിപ്പിച്ച് ലോകവ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ഇന്ന് പരസ്പരം കൊല്ലുകയും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് അവിചാരിതമല്ല, ഇത് കാലത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ജനം ജനത്തിനെതിരായി തിരിയും. ലോക ചരിത്രത്തിൽ എക്കാലവും ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരിയായി ഈ അക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളും തീവ്രവാദവും വർഗീയതയും കലാപങ്ങളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ അതിക്രമങ്ങളെല്ലാം ഇന്ന് ഒരുപാട് 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 വർദ്ധിച്ചിരിക്കുകയാണ്. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് അവിചാരിതങ്ങളല്ല. നമ്മളായിരിക്കുന്ന ഈ നാളുകള് ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള നാളുകളാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം
9ഉം 10ഉം വചനങ്ങളിൽ ഈ കാര്യം വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പിക്കുകയാണ്. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അസ്വസ്ഥരാകരുത്, ആകുലചിത്തരാകരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും, തല ഉയർത്തും. എത്ര കൃത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ. ലോകത്തിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ അക്രമങ്ങളെ കുറിച്ച് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക, അനുതപിക്കുക, മാനസാന്തരപ്പെടുക, പാപം വിട്ടുപേക്ഷിക്കുക, ദൈവത്തിലേക്ക് തിരിയുക. സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ ദൈവമക്കളെ. ലോകവ്യാപകമായി നടക്കുന്ന ഈ അക്രമങ്ങളിലൂടെ സ്വർഗത്തിന് നമ്മോട് പറയാനുള്ള പ്രവചന സന്ദേശം എന്താണ്? ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്, ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള ദിനങ്ങളാണ്. നമ്മൾ ഈ സന്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ വലിയ നാശത്തിലും തകർച്ചയിലുമായിരിക്കും ലോക ജനത നിബന്ധിക്കുക. 1981 നമ്മുടെ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് ഇപ്രകാരം പറഞ്ഞു. ഒരു പ്രവചന സന്ദേശം അമ്മ മാതാവ് കൊടുക്കുകയാണ്. എന്താണ് നൽകിയ സന്ദേശം? സമാധാനം നിങ്ങളിലേക്ക് വരുന്നതിനുള്ള ഏക മാർഗം ഞാനാകുന്നു. കാരണം നമ്മുടെ അമ്മ സമാധാനത്തിന്റെ രാജ്ഞിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവിലൂടെയാണ് പരിശുദ്ധ ത്രിത്വം ഈ ലോകത്തിലേക്ക് സമാധാനം പകരുന്നത്. അപ്പോൾ സമാധാനത്തിന്റെ അമ്മയാണ്. സമാധാനം സ്ഥാപിക്കുന്നതിന് ഇക്കാലത്തുള്ള ആളുകൾക്ക് സാധ്യമല്ലാതായി തീർന്നതിന്റെ കാരണം നിർബന്ധ ബുദ്ധിയോടുകൂടിയ അവരുടെ ദൈവനിഷേധമത്രേ. സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ അവഗണിച്ച് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നിസ്സാരമായി കണക്കാക്കി സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ച് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാ വേദനയോടുകൂടി പറയാ, ഈ ലോകത്തിന്റെ സർവനാശത്തിനും ഈ ലോകത്തിൽ നടമാടുന്ന അക്രമങ്ങൾക്കും കാരണം മനുഷ്യരുടെ നിർബന്ധ ബുദ്ധിയോടുകൂടിയ ദൈവനിഷേധമാണ്. ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തെ പരിഹസിക്കുക, ദൈവത്തെ ദുഷിക്കുക, ദൈവത്തെ അവഹേളിക്കുക. ഈ അവഹേളനയും ദുഷിപ്പും ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ലോകത്തിൽ പല വിധത്തിൽ അക്രമങ്ങളായും നാശമായും തീവ്രവാദമായും പ്രകൃതിക്ഷോഭങ്ങളായും ഇന്ന് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്ന് എന്താ അമ്മ പറഞ്ഞത്? ദൈവത്തെ നിഷേധിച്ചുകൊണ്ടും ദൈവ നിയമങ്ങൾക്കെതിരെ വിപ്ലവം നടത്തിക്കൊണ്ടും മനുഷ്യർ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. ആ വാക്ക് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞേ, നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സന്ദേശങ്ങളെ പുച്ഛിച്ച് സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന പ്രവചന സന്ദേശങ്ങളെ നമ്മൾ ചവിട്ടിക്കളഞ്ഞ് നിസ്സാരമായി ലാഘവമായി കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാ വേദനയോടുകൂടി പറയാ, എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരിക്കലും സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകവ്യാപകമായ അക്രമങ്ങളുടെയും അടിപിടികളുടെയും ഭീകര പ്രവർത്തനങ്ങളുടെയും കൊടിയ നാശത്തിന്റെയും അടിസ്ഥാന കാരണം എന്താണ്? ദൈവത്തോടുള്ള അനുസരണക്കേട്, ദൈവത്തോടുള്ള നിന്ദ, ദൈവത്തോടുള്ള അവഹേളനം, ദൈവനിഷേധം, ദൈവദൂഷണം. ഈ സത്യം മനസ്സിലാക്കി ഈ കാലഘട്ടത്തെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗം ചെയ്യുവാൻ ആയിരങ്ങൾ തയ്യാറായാൽ
ഈ ലോകത്തിന്റെ അവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഇക്വഡോറിൽ വെച്ച് പാട്രീഷ പാച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അമ്മ മാതാവ് ഒരു പ്രവചന സന്ദേശം കൊടുത്തു. ഇതെല്ലാം പ്രൊഫറ്റിക് മെസ്സേജ്, പ്രവചന സന്ദേശം. എന്തായിരുന്നു ആ സന്ദേശം? കുഞ്ഞുമക്കളെ, പ്രാർത്ഥന, പരിത്യാഗ പ്രവർത്തികൾ, ഉപവാസം, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അക്രമങ്ങളെ തടയുവാൻ സഹായിക്കും. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചേ. എന്താണ് ഈ പ്രവചന സന്ദേശം? എൻ്റെ മക്കളെ, നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം എന്നിവയ്ക്ക് ലോകവ്യാപകമായി നടക്കുന്ന അക്രമങ്ങളെ തടയുവാൻ സാധിക്കും. ഇത് സ്വർഗത്തിന്റെ ദൂത. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ ഈ കൃപയോടെ സഹകരിച്ച് നമ്മൾ മുട്ടുമടക്കി ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഈ നാളുകളിൽ അസംഖ്യം ആത്മാക്കളെ കർത്താവ് നിത്യജീവനായി നേടും. അസംഖ്യം ആത്മാക്കളിലുള്ള പിശാചിന്റെ പിടികളെ പൊട്ടും, അവന്റെ അടിസ്ഥാനങ്ങളെ തകരും. അവൻ വഞ്ചിച്ചിട്ടിരിക്കുന്ന ആത്മാക്കള് വിടുതൽ പ്രാപിച്ച് നിത്യജീവൻ സ്വന്തമാക്കും. ലോകത്തിൽ സമാധാനമുണ്ടാകും, ലോകത്തിൽ അനുഗ്രഹമുണ്ടാകും, ലോകത്തിൽ ആനന്ദമുണ്ടാകും. ഇത് ഒരു പ്രവചന സന്ദേശമാണ്. തുടർന്ന് അമ്മ മാതാവ് ഇപ്രകാരം പറഞ്ഞു: എല്ലാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളവയെ പോലെ തന്നെയാണ്, സകലതും നിങ്ങളുടെ കരങ്ങളിൽ തന്നെ. ഈ വിശുദ്ധീകരണം എൻ്റെ പുത്രൻ അനുഭവപ്പെടുന്ന ദുഃഖം പോലെ കഠിനമാകാണോ അതോ പ്രാർത്ഥനകളാൽ അത് ലഘൂകരിക്കാണോ എന്നത് നിങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായി അമ്മ മാതാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ഭാവി, ഈ ലോകത്തിന്റെ സമാധാനം പരിശുദ്ധ ത്രിത്വം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അലസരായാൽ, നമ്മൾ മന്ദോഷരായ ആത്മാക്കളായാൽ, നമ്മൾ നിസ്സംഗതി നിഷ്ക്രിയത്വത്തിലും നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ലോകത്തിന്റെ ഭാവി വലിയ അപകടത്തിലാകുമെന്ന് സ്വർഗം ആവർത്തിച്ച് നമ്മെ അറിയിക്കുകയാണ്. ഈ ലോകത്തിന്റെ സമാധാനം, ഈ ലോകത്തിന്റെ വിശുദ്ധീകരണം മക്കളെ നിങ്ങളുടെ കരങ്ങളിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിന്റെ ഈ നൊമ്പരം തേങ്ങല് മനസ്സിലാക്കി മുട്ടുമടക്കാൻ, പരിത്യാഗമെടുക്കാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ നമ്മിൽ എത്ര പേര് തയ്യാറാണ്? അവർ ആനന്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. സ്വർഗത്തിന് വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഈ ലോകത്തിലെ കൊച്ചു ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടട്ടെ. ഈ കാലഘട്ടം ഞാൻ പറഞ്ഞു, ഇത് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. വളരെ വളരെ നിർണായകമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മ പലപ്പോഴും ആവർത്തിച്ച് അമ്മ മാതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്: മക്കളെ, നിങ്ങൾ വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അമ്മ മാതാവിന്റെ പല പ്രതിഷ്ഠീകരണങ്ങളിലും അമ്മ വെളിപ്പെടുത്തിയ സത്യം ഇതാണ്: നിങ്ങൾ വെളിപാടിന്റെ നാളുകളിലാണ്. വെളിപാടി പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ, വെളിപാടി പ്രതിപാദിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ നാളുകളിൽ. നമുക്കിന്ന് യൂറോപ്പിലെ പലയിടങ്ങളിൽ കാട്ടുതീ പടരുന്നു. എത്രയോ രാജ്യങ്ങളിൽ കാട്ടുതീ, പല രാജ്യങ്ങളിൽ അതിശക്തമായ ചൂട്. കാനഡയും ഒക്കെ വളരെ ചൂടിലാണ്. പലയിടങ്ങളിൽ കൊടും തണുപ്പ്, ആഗോള താപനം എന്നൊക്കെ സയന്റിഫിക്കായി ഇതിനെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരു ആത്മീയ കാരണമുണ്ട്. ആ കാരണം എന്താ? ദൈവത്തോടുള്ള അനുസരണക്കേടാണ്. സ്വർഗം നൽകുന്ന സന്ദേശങ്ങളോടുള്ള അവജ്ഞയും പുച്ഛവുമാണ്. ഇത് നമ്മെ വലിയ നാശത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് ഇന്ന് ലോകത്തിൽ നടമാടുന്ന ഈ പ്രതിഭാസങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം
3, 4 വചനങ്ങൾ ഞാൻ ആ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എത്ര കൃത്യമാണ് കർത്താവിന്റെ വാക്കുകള്. എന്താണ് ദൈവത്തിന്റെ അരൂപി അവിടെ വെളിപ്പെടുത്തുന്നത്? അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവനെ അധികാരം നൽകപ്പെട്ടു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ്, മനുഷ്യർ പരസ്പരം കൊല്ലുമാറ്, പരസ്പരം ആക്രമിക്കുമാറ്, നശിപ്പിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അധികാരം നൽകപ്പെട്ടു. ഈ വചനം ഇന്ന് ലിറ്ററലി ആക്ഷരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മനുഷ്യർ പരസ്പരം എന്താ ചെയ്തത്? പരസ്പരം കൊല്ലുന്നു, പരസ്പരം നശിപ്പിക്കുന്നു, പരസ്പരം അധിക്ഷേപിക്കുന്നു, പരസ്പരം ദ്രോഹിക്കുന്നു, പരസ്പരം മുറിപ്പെടുത്തുന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് സമാധാനം എടുത്തു മാറ്റം. ഇന്ന് ലോകം മുഴുവനും അസമാധാനത്തിലാണ്. ലോകരാജ്യങ്ങളിൽ സമാധാനമില്ല. ഭീകര പ്രവർത്തനങ്ങള്, വർഗീയ കലാപങ്ങള്, അതുപോലെ തന്നെ വംശീയ കലാപങ്ങള്, ഇതെല്ലാം ഒരുപാട് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സമാധാനം മാറ്റപ്പെട്ട് ലോകത്തിൽ നിന്ന്. അങ്ങനൊരു കാലം വരുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ നിന്ന് സമാധാനം സഭയിൽ നിന്ന് സമാധാനം മാറ്റപ്പെടുന്നു. കുടുംബങ്ങളിൽ അസമാധാനം, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ വഴുക്ക്, സ്വസ്ഥതയില്ല, ആനന്ദമില്ല, അവിടെ കെട്ടുറപ്പില്ല, അംഗീകാരവും സ്നേഹവും പ്രോത്സാഹനവും ഇല്ല. അനേകം കുടുംബങ്ങള് അസ്വസ്ഥതയുടെ നിഴലിലാണ് പ്രിയപ്പെട്ടവർ. അസ്വസ്ഥമാണ് ഇന്ന്. അതിന് കാരണം എന്താ അമ്മ മാതാവ് പറയുന്നത്? അനുസരണക്കേടാണ്. സ്വർഗം നൽകുന്ന സന്ദേശങ്ങളോടുള്ള അവജ്ഞ. എന്തിനീ 55 ദിവസം സ്വർഗം ഈ ശുശ്രൂഷ നീട്ടിത്തന്നത്? കൂടുതൽ നമ്മൾ അഭിഷേകം പ്രാപിക്കാൻ, പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ, ലോകത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ, നശിക്കുന്ന അസംഖ്യ ആത്മാക്കൾക്ക് വേണ്ടി പ്രാശ്ചിത്തം ചെയ്ത് സഹനങ്ങൾ കൃപകളായി ഏറ്റെടുക്കുവാൻ കർത്താവ് വീണ്ടും നമുക്കൊരു അവസരം തന്നിരിക്കുക. ഈ 55 ദിനം കൊണ്ട് തീരുന്നതല്ല ഇത്. ജീവിതം മുഴുവൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 48:22 ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. യെശയ്യാ പ്രവചനം 48:22 കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. എന്തുകൊണ്ട് ലോകത്തിൽ സമാധാനമില്ലാത്തത്? ലോകത്തിൽ എന്തുകൊണ്ട് സമാധാനമില്ലാത്തത്? ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ അക്രമങ്ങള്? ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. ലോകത്തിൽ അത്രമാത്രം ദുഷ്ടത നിറഞ്ഞു. എവിടെ ദുഷ്ടതയുണ്ടോ അവിടെ സമാധാനമില്ല. അത് കുടുംബങ്ങളിലാണെങ്കിലും, സമർപ്പിത സമൂഹങ്ങളിലാണെങ്കിലും, സഭാ കൂട്ടായ്മകളിലാണെങ്കിലും, അത് ലോകരാജ്യങ്ങളിലാണെങ്കിലും, അത് പഞ്ചഭൂഖണ്ഡങ്ങളിലാണെങ്കിലും, എവിടെ ദുഷ്ടതയുണ്ടോ അവിടെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. അവിടെ അക്രമമാണ്, അവിടെ അനീതിയാണ്, അവിടെ നാശമാണ്, അവിടെ ദുഷിപ്പാണ്, അവിടെ എല്ലാ വിധത്തിലുള്ള തകർച്ചകളാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയും, മക്കളെ നമ്മൾ അനുദപിക്കണം. കർത്താവിനുമ്പിൽ ചങ്ക് പൊട്ടി കരയണം. കർത്താവേ, തെറ്റിപ്പോയി, ഇനിയും അനുസരണത്തോടെ ജീവിക്കാൻ, കൃപയോടെ ജീവിക്കാൻ, കർത്താവേ അങ്ങയോട് ഐക്യപ്പെട്ട് അങ്ങേ അധികമായി സ്നേഹിച്ച് ജീവിക്കാൻ കൃപ തരണമേ എന്ന് ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയാ. യെശയ്യാ പ്രവചനം 48:18 എന്താണ് കർത്താവിന്റെ വചനം പറയുന്നത്? നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. എൻ്റെ സഹോദര സഹോദരി, ഇന്ന് എന്തുകൊണ്ടാ
അനേകം ജീവിതങ്ങൾക്ക് സമാധാനമില്ലാത്തത്, അനേകം കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്തത് കർത്താവ് പറയുന്നത് പോലെയല്ല ജീവിക്കുന്നത്. കർത്താവ് പറയുന്നത് പോലെയല്ല കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർത്താവിൻ്റെ വചനമല്ല നമ്മുടെ സമൂഹങ്ങളെ നിയന്ത്രിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനകളല്ല പലപ്പോഴും നമ്മുടെ തലമുറകളിൽ ആധിപത്യം പുലർത്തുന്നത്. നീ എൻ്റെ വചനങ്ങൾ, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിന് അനുസരിച്ച് ജീവിക്കണം. മാനസാന്തരത്തിന് ജീവിതം നയിക്കണം. പ്രാർത്ഥനയും പരിത്യാഗവും നമ്മുടെ ജീവിതത്തിന്റെ വിട്ടുമാറാത്ത മുദ്രകളായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാത്തിമയിൽ അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസിയോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ വളരെ വേദനയോടുകൂടി, സങ്കടത്തോടുകൂടി അമ്മ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഈ പ്രവചന സന്ദേശം നമ്മുടെ ആത്മാവിൽ തീ പോലെ കത്തണം. അമ്മ എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുക, വളരെ അധികമായി പ്രാർത്ഥിക്കുക. പാപികൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് അക്രമങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക. കാരണം ആരും പ്രാർത്ഥിക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും ഇല്ലാത്തതിന്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിൻ്റെ തേങ്ങലാണ്. അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി ഇന്ന് പല ദിക്കുകളിലും കരയുന്നുണ്ടെങ്കിൽ ഇത് അമ്മയുടെ വേദനയാ. പ്രാർത്ഥിക്കാൻ ആളുകളില്ല, പരിത്യാഗം ചെയ്യാൻ ആളുകളില്ല, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആളുകളില്ല, ഉപവസിക്കുവാൻ ആളുകളില്ല. പ്രാർത്ഥിക്കുവാൻ അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കള് തീ നരകത്തിലേക്ക് പോകുന്നു, നിത്യ നരകത്തിലേക്ക് പോകുന്നു. നമ്മുടെ അലസത, നമ്മുടെ നിസ്സംഗത, നമ്മുടെ അനുസരണക്കേട്, നമ്മുടെ ലാഘവ ബുദ്ധി, നമ്മുടെ അവഗണന, പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളോടുള്ള നമ്മുടെ ചില പുച്ഛ മനോഭാവങ്ങള്, ഇത് അനേകം ആത്മാക്കളെ നിത്യ നരകത്തിലാണ് എത്തിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 47-ാം ദിനത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഈ പ്രവചന സന്ദേശങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമ്മുടെ കുടുംബങ്ങളെ ക്രമപ്പെടുത്തുവാനും ഈ ലോകത്തിന് വേണ്ടി നിലവിളിക്കുവാൻ അനേകർ മുന്നോട്ട് വരണം. ഇതൊരു സമർപ്പണത്തിനുള്ള സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വചനത്തിൽ, മനുഷ്യപുത്രൻ കർത്താവിന്റെ പ്രത്യാഗമനം സംഭവിക്കുമ്പോൾ, കർത്താവ് വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, ഇതൊരു തമാശ കഥയല്ല ദൈവമക്കളെ, യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം സഭയുടെ എക്കാലത്തുമുള്ള വിശ്വാസ സത്യമാണ്. ഇന്ന് പലരും അതിനെ വളച്ചൊടിച്ച് അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത് അനേകരെ ഭയപ്പെടുത്തി അനേകരെ സത്യവിശ്വാസത്തിന് അകറ്റിക്കളയുന്നു. അതൊരിക്കലും പരിശുദ്ധാത്മയുടെ പ്രവർത്തനമല്ല, അതിൻ്റെ പുറകിൽ പിശാചാണ്. എന്നാൽ യേശുവിൻ്റെ പ്രത്യാഗമനം വലിയൊരു വിശ്വാസ സത്യമാണ്, വലിയ വിശ്വാസ സത്യമാണ്. ഈ പ്രത്യാഗമനം സംഭവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ലോകം, ഈ ഭൂമി ഏതുപോലെയാകുമെന്ന് ഈശോ മുന്നറിയിപ്പ് തന്നത്. മത്തായിയുടെ സുവിശേഷം 24-37 നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നോഹാസ് ഡേയ്സ്, നോഹയുടെ കാലം പോലെ. എന്താണ് നോഹയുടെ ദിവസങ്ങളുടെ പ്രത്യേകത? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 11-12 വചനങ്ങളിലേക്ക് നമ്മൾ വരണം. അവിടെ വ്യക്തമായി പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു.
എങ്ങും അക്രമം നടമാടി. എല്ലാവരും ശ്രദ്ധിക്കണം. നോഹയുടെ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഭൂമി മുഴുവൻ ദുഷിച്ചു, കറപ്റ്റഡായി. എങ്ങും അക്രമം, എങ്ങും വയലൻസ്, അക്രമം അതുപോലെ പെരുകി. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങൾ പോലെ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ ഇന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലോട്ടോ, യൂറോപ്പിലോട്ടോ, ആഫ്രിക്കയിലോട്ടോ, ഓസ്ട്രേലിയയിലോട്ടോ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കോ, എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരവാ? നമ്മൾ ഇന്ന് എന്താ കാണുന്നത്, കേൾക്കുന്നത്? ഇതുപോലെ അക്രമങ്ങളാണ്, കൊള്ളിവെപ്പുകളാണ്, അതിക്രമങ്ങളാണ്, നാശങ്ങളാണ്, തകർച്ചകളാണ്. എങ്ങും അക്രമം നടമാടുന്നു, പിടിച്ചുപറികള്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില് അതുപോലെ ധാർമ്മികമായ അധപതനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ സംഭവിച്ചു. അപ്പൊ മറ്റു പലയിടങ്ങളിലും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നോഹാസ് ഡേയ്സ്, നോഹയുടെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വചനത്തിലൂടെ എങ്ങും അക്രമം നടമാടുകയാണ്. ഈ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഈ അക്രമങ്ങളിൽ ഏറ്റവും അധികം നടക്കുന്നത് ക്രൈസ്തവരോടാണ്, ക്രൈസ്തവരോട് നേരെയാണ്. ക്രൈസ്തവ വിരുദ്ധത, ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഇന്ന് അനേകം തീവ്രവാദ സംഘടനകൾ ലോകത്തിലുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകള് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തില്, നൈജീരിയ, ഇങ്ങനെ പല ഇടങ്ങളിലും ആയിരക്കണക്കിന് ക്രൈസ്തവരാണ് ബൊക്കോ ഹറാമും ഫുലാനികളൊക്കെ തുടങ്ങുന്ന തീവ്രവാദ സംഘടനകളാൽ വധിക്കപ്പെടുന്നത്. വിശ്വാസത്തിന് വേണ്ടി 10,000 രക്തസാക്ഷികളാകുന്നു. ഇത് ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്തിന് അനേകം ദിക്കുകളിൽ ഇതുപോലെ വ്യാപകമായ ക്രൈസ്തവ ആക്രമണങ്ങൾ, ക്രൈസ്തവ വിരുദ്ധത നമുക്കിത് കാണാൻ പറ്റും. അതിലേതാനും ചില തീവ്രവാദം, ഇതിനൊക്കെ ഇതെന്തിനാ പറയണമെന്നറിയാം? നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. അമ്മമാതാവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചാൽ, നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ സമാധാനമുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട IS, ഇസ്ലാമിക് സ്റ്റേറ്റ് കണ്ടോ? ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ, അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ റൂട്ട്, താലിബാൻ. ഇന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാൻ വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായ പ്രശ്നമാണ് അവിടെ. താലിബാൻ അത് അഫ്ഗാനിസ്ഥാനാണ്. നാഷണൽ തൗഹീദ് ജമാഅത്ത് അത് ശ്രീലങ്കയിലെ. ഇവരാണ് കഴിഞ്ഞ 1-2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റർ ദിനത്തിൽ അവിടെ ഭീകരപ്രവർത്തനം നടത്തി 200 കണക്കിന് നമ്മുടെ ക്രൈസ്തവർ വധിക്കപ്പെട്ടത്. അടുത്ത ബൊക്കോ ഹറാമാണ്. ആഫ്രിക്കയിൽ അനേകം ആയിരങ്ങളെ കൊന്നൊടുക്കുന്നു ക്രൈസ്തവ സഹോദരങ്ങൾ. ബൊക്കോ ഹറാം, ഫുലാനികള് മറ്റൊരു തീവ്രവാദ സംഘടനയാണ്, ഒരു ഗോത്രവർഗമാണ്. ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നൊടുക്കുകയാണ്. അൽ ഷബാസ്, കെനിയയിലാണ് അൽ ഷബാസ് ഉള്ളത്. അൽ നുസ്ര ഫ്രണ്ട് അത് സിറിയയിലാണ്. അതുപോലെ ഹമാസ് പാലസ്തീനിലാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. ഹിസ്ബുള്ള ഇറാനിലാണ്. അതൊക്കെ കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളാണ്. ജയ്ഷ് ഇഷ് മുഹമ്മദ് പാകിസ്ഥാനിലാണ്. ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാനിലാണ്. അതുപോലെ തെഹ്രിക് ഇ താലിബാൻ, ഫിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ, ജമാഅത്തുൽ മുജാഹിദീൻ. വായിൽ ഒതുങ്ങാത്ത പേരുകൾ അതൊക്കെ. ഞാൻ എന്തിനാ പറഞ്ഞതറിയ ദൈവമക്കളെ, ഇതുപോലെ 100 കണക്കിന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇവരുടെ പ്രധാന ലക്ഷ്യം ക്രൈസ്തവരില്ലാതാക്കുക, ക്രൈസ്തവ വിശ്വാസത്തെ തകർത്ത് കളയുക, ഇങ്ങനെ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുക, വ്യാപകമായ അതിക്രമങ്ങൾ അഴിച്ചുവിടുക. അമ്മ മാതാവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഐക്യപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ചനുസരിച്ച് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പരിത്യാഗം ചെയ്താൽ സമാധാനമുണ്ടാകും. ഞാൻ അവസാനത്തിലോട്ട് വരിക ദൈവമക്കളെ. നമുക്ക് കാണാൻ പറ്റും, ഫാത്തിമയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിത് ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ഈ സന്ദേശങ്ങൾ പറയുന്നതിന് കാരണം ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കണം. ആ നാളുകളിൽ അന്നത്തെ മനുഷ്യർ അത് സ്വീകരിച്ചില്ല, ആ സന്ദേശങ്ങളെ പുച്ഛിച്ചു. അമ്മ മാതാവിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ ഈ പ്രവചന സന്ദേശങ്ങളെ ആ കാലഘട്ടത്തിലെ മനുഷ്യരെ അവഗണിച്ചു കളഞ്ഞു. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് പിന്നീട് ലോകം ഏറ്റുവാങ്ങേണ്ടി വന്നത്.
കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് അമ്മ മാതാവ് കൊടുത്ത സന്ദേശങ്ങളിൽ ഞാൻ ആ സന്ദേശങ്ങൾ പലതും വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സഭയിലാകട്ടെ ലോകത്തിലാകട്ടെ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, മഹാമാരികൾ, തകർച്ചകൾ, നാശങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ക്ഷാമം, അതുപോലെ പല വിധത്തിലുള്ള തകർച്ചകൾ, ഇതെല്ലാം 25 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ മാതാവ് വെളിപ്പെടുത്തിയിട്ടുള്ളതാ. അന്ന് നമ്മൾ പലത് അനുസരിച്ചിരുന്നുവെങ്കിൽ, അന്ന് അതിനെ വിലക്കെടുത്തിരുന്നുവെങ്കിൽ, നമ്മൾ അതിനോട് സ്നേഹം പുലർത്തി അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ അപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, പരിത്യാഗം ചെയ്തിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും സഭയിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറിപ്പോകുമായിരുന്നു. നമ്മളത് മുഖവിലക്കെടുത്തില്ല. അത് ആ റാണി പറയുന്നതല്ലേ, അതെന്തൊക്കെയാ പറയും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മൾ മാനുഷിക ബുദ്ധിയിൽ ആശ്രയിക്കുകയാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് വേഗത്തിൽ ആ മെസ്സേജ് ഒന്ന് കേൾക്കാം. ഫാത്തിമയിൽ എന്താണ് അമ്മ പറഞ്ഞത്? ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ മനുഷ്യർ തയ്യാറായാൽ അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ശ്രദ്ധിക്കണം, അമ്മ എന്താ പറയുന്നത്? അമ്മ പറയുന്നത് പോലെ പ്രാർത്ഥിക്കണേ. എങ്ങനെ അമ്മ പറയുന്നത്? മക്കളെ, നിങ്ങൾ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ പരിത്യാഗം ചെയ്യുക, നിങ്ങൾ ഉപവസിക്കുക, നിങ്ങൾ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുക, നിങ്ങൾ സകലങ്ങളെ കൃപകളായി സ്വീകരിക്കുക. അമ്മ മാതാവ് പറയുക, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിലൂടെ അനേകം ആത്മാക്കളെ ഞാൻ രക്ഷയിലേക്ക് നയിക്കും. തുടർന്ന് എന്താണ് ഫാത്തിമയിൽ അമ്മ പറഞ്ഞത്? ലോകത്തിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്യും. യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. ഇത് 1-ാം ലോകമഹായുദ്ധ ഫാത്തിമ പ്രത്യക്ഷീകരണം ഫസ്റ്റ് വേൾഡ് വാറിലാണ് നടക്കുന്നത്. അന്ന് അമ്മ പറഞ്ഞു, യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് മക്കളെ. അമ്മയുടെ ഇടപെടലാണത്. തുടർന്ന് എന്താ അമ്മ പറഞ്ഞത്? എന്നാൽ ദൈവത്തെ എതിർക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഭരണകാലത്ത് ഇതിലും ഭീകരമായൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ആ കാലഘട്ടത്തിലെ മനുഷ്യരെ ഈ പ്രവചന സന്ദേശം അനുസരിച്ചിരുന്നുവെങ്കിൽ, അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്തിരുന്നുവെങ്കിൽ 2-ാം ലോകമഹായുദ്ധം ചിലപ്പോൾ ഇല്ലാതാകുമായിരുന്നു, അത് മാറ്റപ്പെടുമായിരുന്നു. എന്നാൽ അനേകർ വിശ്വസിച്ചില്ല. അനേകർ ബുദ്ധിയിലിട്ട് ഇങ്ങനെ പെരുക്കി മുന്നോട്ട് പോയി. അനേകർ ഈ സന്ദേശങ്ങൾ പുച്ഛിച്ചു, സംശയിച്ചു, നിസാരമായി കണ്ടു, ലാഘവമായി കണ്ടു. തൽഫലമായി എന്തുണ്ടായി? ഇതാ സെക്കൻഡ് വേൾഡ് വാർ, 2-ാം ലോകമഹായുദ്ധം. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയി. അതിന്റെ പരിണത ഫലങ്ങൾ ഇപ്പോൾ ലോകത്ത് മാറിപ്പോയിട്ടില്ല ദൈവമക്കളെ. നമ്മളിത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. ദൈവമക്കളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കി. മെജുഗുറിയായിൽ അമ്മ പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞെന്ന് അറിഞ്ഞു? അമ്മ ഇപ്രകാരമാണ് പറഞ്ഞത്. അവിടെ സമാധാനത്തിൻ്റെ അമ്മയായിട്ടാണ് പരിശുദ്ധ മറിയം വന്നത്. സ്വർഗീയ സമാധാനം സ്വന്തമാക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതിൽ ജീവിക്കുക എന്നതും സമാധാനം 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 അനുരഞ്ജനപ്പെടുക, ദൈവവുമായി നിങ്ങളുടെ ഇടയിലും സമാധാനം സ്ഥാപിക്കുക. തുടർന്ന് അമ്മ പറഞ്ഞു, അതിനായി വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇതൊക്കെ അമ്മ പറയുന്നത്. ഇത് അനുസരിക്കണം നമ്മൾ. ഇത് സ്വർഗത്തിൻ്റെ പ്രവചനങ്ങളാണ്. ഇത് കർത്താവ് തരുന്ന പ്രവചന സന്ദേശങ്ങളാണ്. നമ്മൾ കർത്താവിൻ്റെ വാക്കുകളെ വിശ്വസിക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിക്കണം. നമ്മൾ കുമ്പസാരിക്കണം. നമ്മൾ കർത്താവിനോട് അനുരഞ്ജനപ്പെടണം. എന്താ അമ്മ പറയുന്നത്? അങ്ങനെ ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിന് ഫലമായി സമാധാനം സ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ ഫലമാണ് ലോകത്തിൽ സമാധാനം, തിരുസഭയിൽ സമാധാനം, കുടുംബങ്ങളിൽ സമാധാനം, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ സമാധാനം, വ്യക്തി ജീവിതത്തിൽ സമാധാനം. സമാധാനം വേണോ? സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശം അനുസരിക്കുക, പ്രാർത്ഥിക്കുക, പരിത്യാഗം ചെയ്യുക, ഉപവസിക്കുക, മാനസാന്തരപ്പെടുക. കർത്താവ് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കും. നമ്മൾ അതിൻ്റെ പ്രേക്ഷിതരാകണം, അതിൻ്റെ വാക്താക്കളാകണം.
ദൈവമക്കൾ, ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ നിയോഗത്തിൽ ആരാധനയൊക്കെ പ്രത്യേകം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രധാന കാര്യം നിങ്ങളെന്ന് അറിയിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നാളെ നമുക്കറിയാം അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. ഒപ്പം ഭാരതീയരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ നാളെ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സഭയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓഗസ്റ്റ് 16 ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ സീറോ മലബാർ സഭയുടെ സിനഡ് ആരംഭിക്കുകയാണ്. വളരെ പ്രാധാന്യതയുള്ള പ്രത്യേകതയുള്ള സിനഡാണ്. പരിശുദ്ധാത്മാവ് സിനഡ് പിതാക്കന്മാരെ ഏറ്റെടുക്കുവാനായിട്ട്, സഭയിൽ സമാധാനവും ഐക്യവും കൂടുതൽ പ്രബലപ്പെടുവാനായിട്ട്, അസ്വസ്ഥതയുടെ ഭിന്നതയുടെ അനൈക്യത്തിൻ്റെ സകല പൈശാചിക പീഡകളും വിട്ടൊഴിഞ്ഞു പോകാനായിട്ട് നമ്മൾ 10,000 ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ സഭയിൽ ചെയ്യും. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകം നിങ്ങൾ എല്ലാവരും തന്നെ സാധിക്കുന്ന നാൾ ഞായറാഴ്ചയാണ്. നമ്മളെല്ലാവരും തന്നെ ഈ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 12 മുതൽ 1 മണി വരെ ഉച്ചയ്ക്ക് നമുക്ക് സീറോ മലബാർ സഭയുടെ സിനഡിന് വേണ്ടി കം ഹോളി സ്പിരിറ്റ്, നമുക്ക് സിനഡ് പിതാക്കന്മാരിലേക്കും സിനഡിലേക്കും അവിടുത്തെ തീരുമാനങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ സഭയുടെ ആത്മാവാണ്, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രത്യേകത, നാളെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഭാരത രാജ്യത്തിന് വേണ്ടി, ഭാരത ഗവൺമെൻറ്റിന് വേണ്ടി, ഭാരതത്തിലെ ജനതയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നമ്മൾ ഒരുമിച്ച് ഈ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ, ഭാരത രാജ്യത്തെ അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ 1000-10,000 ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ 2 ശുശ്രൂഷകളിലും നമുക്ക് പ്രത്യേകമായി പങ്കെടുക്കാം. ഒന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ നമ്മൾ സഭാ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉച്ച കഴിഞ്ഞ് 4:30 മുതൽ 5:30 വരെ നമുക്ക് വളരെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് അമ്മ മാതാവ് നൽകിയ സന്ദേശങ്ങൾ ഇത്ര അത്ഭുതകരമായിട്ടാണ്. നമ്മുടെ അമ്മ കഞ്ചിക്കോട്ടും ആ കൊച്ചു ഗ്രാമത്തിൽ അമ്മ വന്നു. അമ്മ നൽകിയ വെളിപ്പാടുകൾ അത് കേരളത്തിന് മാത്രമല്ല ലോകം മുഴുവനും, അത് ആഗോള സഭയ്ക്കുമുള്ള സന്ദേശങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടെ താഴ്മയോടെ അമ്മ മാതാവിലൂടെ വെളിപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ സ്വീകരിക്കുവാനായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ സന്ദേശങ്ങൾ ശ്രവിക്കാം. ഈശോയെ, ആവേ മരിയ, 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 ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമ്മ തന്ന 41-ാമത്തെ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കുക. മക്കളെ, ജപമാല എന്ന ലളിതമായ പ്രാർത്ഥന നിങ്ങളെ ചെറുമയിലും ഹൃദയശാന്തതയിലും ഹൃദയലാളിത്യത്തിലും ആധ്യാത്മികമായി രൂപീകരിക്കുന്നു. മക്കളെ, സാത്താൻ ഇന്ന് വിജയകരമായി മുന്നേറുന്നത് അഹങ്കാരത്തിൻ്റെ ചൈതന്യവും ദൈവത്തിനെതിരെയുള്ള പ്രക്ഷോഭണവും കൊണ്ടത്രേ. അതിനാൽ പിശാച്ചിൻ്റെ അഹങ്കാരം നിങ്ങളുടെ എളിമ കൊണ്ടും, പിശാച്ചിൻ്റെ അഹങ്കാരം നമ്മുടെ എളിമ കൊണ്ടും, എളിമയോടെയുള്ള പ്രാർത്ഥന കൊണ്ടും നിശേഷം നീക്കം ചെയ്യാൻ ഉത്സുകരാകാൻ ഈ അമ്മ ആഗ്രഹിക്കുന്നു. മക്കളെ, ഈ ചെറിയ ഭവനത്തിലൂടെ എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ നൽകപ്പെട്ട അടയാളങ്ങളും സ്വർഗീയ നിർദ്ദേശങ്ങളും യഥാർത്ഥ ബോധ്യത്തോടെ ഉൾക്കൊണ്ട്
സത്യദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉതകുന്നതാണെന്ന് മനുഷ്യ മക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ചെറിയ ശുശ്രൂഷയിലൂടെ വളരെ മക്കൾ പ്രാർത്ഥനാ ജീവിതവും രക്ഷയും കൈവരിച്ചിട്ടുള്ളതിൽ ഞാൻ പരിപൂർണ സംതൃപ്തയാണ്. നമ്മുടെ ചെറിയ ശുശ്രൂഷ വഴിയായിട്ട്, നമ്മുടെ കൊച്ചു ജീവിതം വഴിയായിട്ട് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് സ്വർഗത്തിൻ്റെ അമ്മ മാതാവ് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ പ്രിയപ്പെട്ടവരെ. ഈ ഒരു സന്തോഷം അമ്മ പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഈ ശുശ്രൂഷയിൽ ത്യാഗത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. മനുഷ്യബുദ്ധിയാ അത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ അമ്മ പറയാ, മക്കളെ, നിങ്ങളുടെ ഈ കൊച്ചു ജീവിതം വഴിയായിട്ട് കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതല്ലേ വേണ്ടത്. ജപമാല ഭക്തി പ്രചരിപ്പിക്കുകയും എൻ്റെ വിമല ഹൃദയ വിജയത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന മക്കളെയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപദ്രവിക്കാൻ സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സാത്താൻ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളെ ഓർക്കുക, ക്രിസ്തുവിനെതിരായി നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കുവാനായി നിങ്ങൾ നിയുക്തരായിരിക്കുന്നു. ചെറിയ കാര്യമല്ല അമ്മ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശത്രു പിശാച്ചാണ്. ആ ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട്, ക്രിസ്തുവിനെതിരായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തിയെ തോൽപ്പിക്കാൻ നമ്മളെ നിയോഗിച്ചിരിക്കുക. പട്ടാളത്തിലെ വലിയ കേണലൊക്കെ ആയിട്ടാണ് നമ്മളെ അമ്മ നിയോഗിച്ചിരിക്കുന്നത്. ഏത് പട്ടാളത്തിലെ? ആത്മീയ സഹന സമരത്തിലെ പട്ടാള സൈന്യം, പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള സൈന്യത്തിലെ വലിയ ആൾക്കാരാണ് നമ്മളൊക്കെ. ആത്മീയമായി ചിന്തിച്ചാൽ ചെറിയ ഉത്തരവാദിത്വം അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിശുദ്ധിയിലല്ല. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് ഇത് ധ്യാനിച്ചു അല്ലേ? നമ്മളുടെ നന്മയല്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം, കർത്താവിൻ്റെ കാരുണ്യവും കൃപയുമാണ്. നമ്മുടെ നന്മയിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ പലതും നമുക്ക് ചെയ്യാൻ, പല നന്മകളും, പല പരസ്നേഹ പ്രവൃത്തികളും, പല വചന സന്ദേശങ്ങൾ പറയാനുള്ള അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അമ്മ പറയാണ്, നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ വിശുദ്ധിയിലല്ല കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. കർത്താവ് വിളിച്ചിട്ട് വിശുദ്ധീകരിക്കുന്നവനാണ്. വിശുദ്ധിയുള്ളവരെയും വിളിക്കുന്നു, വിളിച്ചവരെ, തിരഞ്ഞെടുത്തവരെ വിശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു. അതിനാൽ കഴിഞ്ഞകാല ദുഃഖങ്ങളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ തളർത്താൻ കാരണമാകരുത്. തിരഞ്ഞെടുപ്പിനോടും വിളിയോടും വിശ്വസ്തത പുലർത്തുക. തുടർന്നുള്ള നാളുകൾ ഏറെ വേദനാജനകമായിരിക്കും. അമ്മ ഈ സന്ദേശം തരുന്നത് 2000 നവംബർ 2 അപ്പോഴേക്കും ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോഴാണ് അമ്മ പറയുക, തുടർന്നുള്ള നാളുകൾ ഏറെ വേദനാജനകമായിരിക്കും. ലോകത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ചോദ്യചിഹ്നങ്ങളായിട്ട് മാറും. നല്ല സുഖമുള്ള കാര്യമല്ലേ? ആദ്യം അമ്മ പറഞ്ഞു, ആത്മാക്കളെ രക്ഷിക്കാനും സ്വയം രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും മക്കളെ ഇതേ വഴിയുള്ളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. എന്നിട്ട് അമ്മ പറയാണ്, ഇത്രയും നാൾ കഴിഞ്ഞതൊന്നുമല്ല, ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഒരു ചോദ്യചിഹ്നമായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ നിന്നു കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഒരു ക്രിസ്ത്യാനിയുടെ അവകാശം? അതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ അവകാശം. സഹനങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ഓടിപ്പോയിട്ട് ഇത് എന്നെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിരുന്ന് കരയാനല്ല, വിലപിക്കാനല്ല. ഒരു ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ടതാണ് ഈശോ വിളമ്പി തരുന്നത്. അത് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും രുചികരമായി തന്നെ ആ സഹനത്തെ വിളമ്പിത്തരും. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ധ്യാനിച്ചതുപോലെ ലോകത്തെ രക്ഷിക്കാൻ, തിന്മയെ ചെറുത്തു തോൽപ്പിക്കാൻ, പാപം ഗ്രസിച്ചിരിക്കുന്ന ലോകത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കാൻ, ആത്മാക്കളെ രക്ഷിക്കാൻ സഹന രാക്ഷസന്മാർ വേണമെന്ന് അമ്മ പറഞ്ഞില്ലേ? നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണ്. നമുക്ക് അമ്മയോടൊപ്പം നിൽക്കാം. ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നാൽ സ്വർഗം കിട്ടും.
സ്വർഗം വേണമെങ്കിൽ സഹനത്തിൻ്റെ വഴി നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കണം. ആ സഹനത്തിൻ്റെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിന്ന് താങ്ങും നമ്മളെ. ഈശോ നമ്മൾ ഇരു കൈകളും വിരിച്ചു പിടിച്ച് സഹായിക്കും. കാരണം അതൊരു ദൈവിക പദ്ധതിയാണ്. കർത്താവിൻ്റെ കരുണ ദൃശ്യമായ അടയാളങ്ങളിലൂടെയല്ല, മറിച്ച് ആന്തരികമായ വിശുദ്ധീകരണത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും മാത്രമേ ഇവിടെ എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ സാധ്യമാകൂ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം ഞാൻ അനുഗ്രഹങ്ങൾ നൽകും. കർത്താവിൻ്റെ കരുണ എപ്പോഴും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മാത്രമല്ല പ്രവർത്തിക്കുക. ആന്തരിക വിശുദ്ധീകരണം, മാനസാന്തരം അതിലൂടെയും ഉണ്ടാകാം. അതാണ് ഇനി ഇവിടെ സംഭവിക്കുക എന്ന് 2000 നവംബർ 2 അമ്മ പറഞ്ഞു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എത്തി നിൽക്കുന്നത് 2021 എത്രയോ ദൈവമക്കൾ മാനസാന്തരപ്പെട്ടു. ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണ്ടായി. അതെല്ലാം നന്മയായിരുന്നു. പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി പേരെ മാനസാന്തരത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ആ അടയാളങ്ങളും അത്ഭുതങ്ങളും ആകർഷിച്ചിട്ടുണ്ട്. ഇന്നും നിലനിൽക്കുന്നവരുണ്ട്. അതിൽ വിശ്വസിച്ച് നിത്യവിശ്രാന്തി അനുഭവിക്കുന്നവരുമുണ്ട്. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കരുണ ദർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടയാളങ്ങളെല്ലാം അതിൽ തന്നെ അവസാനിക്കും. കർത്താവിൻ്റെ സ്നേഹം അതിൽ ദർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടയാളങ്ങൾക്ക് മുൻപിൽ മനുഷ്യർ നമ്മളെ ചോദ്യചിഹ്നങ്ങളാക്കി മാറ്റും. അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ അനുഭവിക്കുക എന്നതും നമ്മുടെ ജീവിതം ഒരടയാളമായി മാറ്റുക എന്നതും നമ്മുടെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യണം. അമ്മ പറയുകയാണ്, ആ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രത്യക്ഷമായിട്ടുള്ള പല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറയുന്നേ, അതല്ല ഇനി ഇവിടെ നടക്കുക, മാനസാന്തരം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം ഞാൻ അനുഗ്രഹങ്ങൾ നൽകും. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റാണിയെ കണ്ടതുകൊണ്ടോ എൻ്റെ ജീവിത പങ്കാളി ആരെ കണ്ടതുകൊണ്ടോ ഒന്നുമല്ല അനുഗ്രഹങ്ങൾ അവർണ്ണനീയമായിട്ട് നമുക്ക് ലഭിക്കുക. പ്രാർത്ഥിക്കുക. ഈശോ സന്ദർശിച്ച ഇടം, നമ്മൾ ഓരോരുത്തരും ഈശോ സന്ദർശിക്കുന്ന ആലയങ്ങളാണ്. ചില ഇടങ്ങളെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവിടുത്തെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരിടമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കും. അത് ദേവാലയങ്ങളിൽ പോയാലും കിട്ടും. ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ട് പ്രത്യേക അനുഗ്രഹം കിട്ടണമെന്നില്ല. അതുകൊണ്ട് എളിമയോടെ പറയുക, സ്നേഹത്തോടെ പറയുകയാണ് ഞാൻ. പലപ്പോഴും ആരോഗ്യാവസ്ഥ എല്ലാവരെയും കാണാൻ എന്നെ അനുവദിക്കാറില്ല. അതിനേക്കാൾ എല്ലാം ഉപരി വരുന്നവരുടെ മുൻപിൽ ഒരു മനുഷ്യ ദൈവമായിട്ട് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു കോണിൽ മാറിയിരുന്ന് ആരാലും അറിയപ്പെടാതെ പ്രാർത്ഥിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് തുറന്നു കിട്ടുന്ന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇത്രയും കാലം. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ കോവിഡിൻ്റെ കാലഘട്ടം അനുസരിച്ച് ആ പ്രോട്ടോകോൾ നമ്മൾ അനുസരിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് തുടർന്നും ഈ ആലയം തുറന്ന് പ്രാർത്ഥനാലയമാക്കി ഈശോ നമുക്ക് തരുവാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ ഇവിടെ എഴുതി സമർപ്പിക്കാം. ഞങ്ങളും കൂടെ പ്രാർത്ഥിക്കും. അമ്മ പറഞ്ഞത് കേട്ടോ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ അനുഗ്രഹിക്കും. അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടത്? പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അവർണ്ണനീയമാണ്. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ തുടർന്നും സഹിക്കേണ്ടിയിരിക്കുന്നു. അറിയാലോ, ചിന്തിച്ചാൽ അറിയാമോ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നുള്ളത്. സ്വർഗീയ അനുഭൂതി നൽകുന്ന സുഗന്ധാഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകർ വിശ്വാസത്തിലും മറ്റു ചിലർ അവിശ്വാസത്തിലും ഇത് സ്വീകരിച്ചു. ഈ ദൈവിക സാന്നിധ്യ അനുഭവം നിങ്ങളുടെ സ്വന്തമാക്കുക. ഈ ഭവനത്തിലൂടെയോ എൻ്റെ മകളിലൂടെയോ പ്രത്യേകമാം വിധം ഇത് നൽകപ്പെട്ടിരുന്നു. ഇനിമേൽ അങ്ങനെയല്ല.
നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. അമ്മ പറയും എത്രയും നാൾ, അതായത് 2000 നവംബർ വരെയൊക്കെ പല അനുഭവങ്ങൾ, അടയാളങ്ങൾ, സുഗന്ധാഭിഷേകമൊക്കെ പലപ്പോഴായിട്ടും എപ്പോഴും തന്നെ കിട്ടിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം അമ്മ പറയാണ്, മക്കളെ, നിങ്ങളുടെ ജീവിതമാകുന്ന പുഷ്പമുണ്ടല്ലോ, അത് വിശുദ്ധി കൊണ്ട് നിറയുമ്പോൾ അതിൽ നിന്നൊരു നറുമണം വരും. ആ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. അതായിരിക്കണം ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാണെങ്കിൽ ഈശോയ്ക്ക് സുഗന്ധം കൊടുക്കാൻ നമുക്ക് പറ്റും. വത്സലസുതരെ, ദൈവവചനം പ്രഘോഷിക്കുവാൻ എൻ്റെ തിരുക്കുമാരൻ്റെ 2ാം ആഗമനത്തിനായി മക്കളെ ഒരുക്കാൻ ശബ്ദവും സഹായിക്കാൻ കരങ്ങളും വിവിധ പാതകളിലൂടെ സഞ്ചരിക്കുവാൻ പാദങ്ങളും എനിക്ക് ആവശ്യമാണ്. മക്കളെ, നിങ്ങൾ എന്നെ സഹായിക്കണം. ഉഗ്രപീഡനത്തിൻ്റെ നാളുകളിൽ വിശ്വാസം കൈവിടാതെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാനുള്ള പരിഗണന അർഹമായ സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കുക, പ്രചരിപ്പിക്കുക. കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അമ്മ പറയുന്നു. എന്നിട്ട് അമ്മ പറയാം, നമ്മുടെ ശബ്ദം, നമ്മുടെ കരങ്ങൾ, നമ്മുടെ ഹൃദയം, നമ്മളെ തന്നെ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് അമ്മയ്ക്ക് ആവശ്യമുണ്ട്. അമ്മ നമ്മളോട് സഹായം ചോദിക്കുന്നു. വലിയ പീഡനത്തിൻ്റെ നാളുകൾ വരും. അവിടെയൊക്കെ വിശ്വാസം കൈവിടാതെ കർത്താവിലേക്ക് തിരിച്ചു വരുവാനുള്ള പരിഗണനാർഹമായ സന്ദേശത്തെ, അങ്ങനെയുള്ളൊരു പരിഗണനയായിട്ടാണ് ഈ സന്ദേശങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. കർത്താവിലേക്ക് തിരിച്ചു വരുവാനുള്ള പരിഗണന അർഹമായ, പരിഗണിക്കപ്പെടേണ്ട സന്ദേശമാണിതെന്ന് അമ്മ പറയുന്നു. പരിഗണനാർഹമായ ഈ സന്ദേശത്തെ, അതിന് അർഹതയുണ്ട്. അമ്മ ഒരു തെറ്റിലേക്ക് മനുഷ്യരെ നയിക്കാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ സന്ദേശത്തെ പരിഗണിക്കണമേ. അതിന് ഈ സന്ദേശങ്ങൾക്ക് അമ്മയ്ക്ക് അർഹതയുണ്ടെന്ന് അമ്മ പറയുന്നു. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ സ്വീകരിക്കുക, പ്രചരിപ്പിക്കുക. മക്കളെ, സാത്താൻ വളരെ കൗശലപൂർവം ദൈവീക നിയമത്തെ അവജ്ഞയോടെ തിരസ്കരിച്ച് ജീവിക്കാനായി മനുഷ്യമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ കറുത്ത മൃഗത്തിൻ്റെ ഭയാനകവും വഞ്ചനാപൂർണവുമായ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലെത്താനുള്ള മാർഗങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത്. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് കൂദാശകൾ, വിശിഷ്യ വീണ്ടും പറയുന്നു അമ്മ, പരിശുദ്ധ കുർബാന സ്വീകരണം, കുമ്പസാരം, ഇവയിലൂടെ എപ്പോഴും പ്രസാദപരാവസ്ഥയിൽ നിലനിൽക്കുക. ജപമാല പ്രാർത്ഥനയിൽ ഈ അമ്മയോടൊപ്പം തീക്ഷ്ണതയുള്ളവരാകുക. കർത്താവിൻ്റെ കരുണ നിങ്ങൾ നിരസിക്കരുത്. സകല വൈദികർക്കും സന്യസ്തർക്കുമായുള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നും ഉയരട്ടെ. പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യ മക്കളെ തന്ത്രപൂർവം ആനയിച്ച് നിരാശയും കുറ്റബോധവും അവരിൽ ജനിപ്പിച്ച് പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യ മക്കളെ ആനയിക്കും പിശാച്. പാപം ചെയ്തു കഴിയുമ്പോൾ അവരിലേക്ക് കുറ്റബോധവും നിരാശയും നൽകും. അങ്ങനെയാ കുറേ പേര് ആത്മഹത്യ ചെയ്യുന്നത്, കുറേ പേര് ജീവിതത്തിൽ ലഭിച്ച വിളി വേണ്ടെന്ന് വെക്കുന്നത്, കുറേ പേര് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഇങ്ങനെ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടിട്ടാ. അങ്ങനെ കുറ്റബോധം അവരിൽ ജനിപ്പിച്ച് ജീവിതത്തെ വെറുക്കാൻ, ദൈവത്തിലേക്ക് തിരിയാതിരിക്കാൻ ശ്രമിച്ച് സാത്താൻ അവൻ്റെ വലിയ സൈന്യത്തോട് ചേർന്ന് ഭൂമിയിൽ വിരാജിക്കുന്നത് അമ്മ കാണുന്നുണ്ട് എന്ന് അമ്മ പറയുന്നു. ലൈംഗിക പാപം ദുഷിച്ച ജലപ്രവാഹം പോലെയും, ലൈംഗിക പാപം ദുഷിച്ച ജലപ്രവാഹം. ദുഷിച്ച ജലം എന്തിനാ കൊള്ളുക? ജലം നമുക്ക് ആവശ്യമാണ്. അത് ദുഷിച്ചു പോയാൽ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ആയിരിക്കുന്നു ശരീരം, നമുക്ക് ആവശ്യമാണ്. സെക്സ് ദൈവം അനുവദിച്ച് തന്നിട്ട്, വിശുദ്ധീകരിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് ദുഷിച്ചതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ, പാപമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ലൈംഗിക ദാഹമായിട്ട് അത് വരുമ്പോൾ, ലൈംഗിക ദാഹം ദുഷിച്ച ജലപ്രവാഹം പോലെയും സാമൂഹിക മാധ്യമങ്ങൾ പാപവശീകരണത്തിൻ്റെ വഷളത്വമായി മാറി ഓരോ കുടുംബത്തിലും നുഴഞ്ഞു കയറുന്നു. ഇത്ര സത്യമല്ലേ അമ്മ പറഞ്ഞത്? ദൈവം മനുഷ്യനെ ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും കൂടെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകത്തിലെ വസ്തുക്കളൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ ആത്മീയമായതേ നാം സ്വീകരിക്കാവൂ. ഈ വസ്തുക്കളൊക്കെ നമുക്കുള്ളതാണ്, പക്ഷേ അതിനെ കാണേണ്ട വിധത്തിൽ കണ്ട് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് നന്മയായി തീരുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ദൈവം സ്ത്രീയിലും പുരുഷനിലും നിക്ഷേപിച്ചിരിക്കുന്ന ലൈംഗികതയെ ദുഷിച്ചതായി കണ്ട ജഡത്തിൻ്റെ ദാഹം ശമിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ദുഷിച്ച ജലപ്രവാഹം പോലെയും പാപമായി തീരുകയാണ്. അത് അങ്ങനെ ആയിത്തീരുമ്പോൾ അത് പാപമാണ്. അത് ഈ ലോകത്ത് ഒത്തിരി അമ്മ കാണുന്നുണ്ട്, കുടുംബങ്ങളിൽ കാണുന്നുണ്ട്, ലോകത്ത് മുഴുവനും കാണുന്നുണ്ട്. അതുപോലെ ദൈവം തന്നിരിക്കുന്ന സാധ്യതകളാണ് സാമൂഹിക മാധ്യമങ്ങൾ. അതിലൂടെ പാപം ചെയ്യുന്നവരും പാപം പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ബ്ലൂ ഫിലിമിൻ്റെ CD അന്വേഷിച്ച് രഹസ്യത്തിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഏത് മൊബൈൽ തുറന്നാലും ഇതല്ലേ കാണുന്നത്. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈലെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഓൺലൈൻ ക്ലാസ്സിൽ. എത്രയോ അമ്മമാരുടെ സങ്കടമാണ് കേൾക്കുന്നതെന്നറിയാമോ? മാതാപിതാക്കളുടെ കണ്ണും വെട്ടിച്ച് ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളാ. ഇതിനു വേണ്ടി സ്ത്രീ പുരുഷന്മാർ ഇറങ്ങിത്തിരിച്ചിരിക്കുമല്ലേ. സാമൂഹിക മാധ്യമങ്ങൾ പാപവശീകരണത്തിൻ്റെ വഷളത്വമായി മാറി ഓരോ കുടുംബത്തിലും നുഴഞ്ഞു കയറുന്നു. പാവപ്പെട്ട എൻ്റെ മക്കൾ ഈ ദുസ്ഥിതികൾക്ക് ഇരകളാകുന്നു. മക്കളെ, ദൈവനീതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രാശ്ചിത്തത്തിൻ്റെയും പ്രബല ശക്തിക്ക് മാത്രമേ കഴിയൂ. 40 ദിനരാത്രങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. 1.5 മണിക്കൂർ രാത്രിയുടെ യാമത്തിൽ ഉണർവോടെ പ്രാർത്ഥിക്കാൻ ഈ ചാനലിലൂടെ നമുക്ക് ദൈവം അവസരം തന്നു. അതുപോലെ മറ്റ് വിശുദ്ധ ചാനലുകളെല്ലാം ഉണ്ട്. വിമല ഹൃദയ പ്രതിഷ്ഠയും വചനപ്രഘോഷണവും നന്മയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ മുൻപിൽ ഇരിക്കാനൊന്നും പലർക്കും സമയമില്ല. ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രാശ്ചിത്തത്തിൻ്റെയും പ്രബല ശക്തിക്ക് മാത്രമേ കഴിയൂ. എന്തെന്നാൽ പശ്ചാത്താപിക്കുന്നതിനുള്ള ഓരോ അഭ്യർത്ഥനയും മർക്കടമുഷ്ടിയോടെ ലോകം തള്ളിക്കളയുന്നു. പശ്ചാത്തപിക്കുകയെന്ന് ദൈവം പറയുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന ഒരു മർക്കടമുഷ്ടി, തിന്മയുടെ മുഷ്ടി ഈ ലോകത്തുണ്ട്. എന്നാൽ എത്രയോ ആയിരങ്ങളല്ലേ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തിട്ട് ദൈവിക നന്മയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളെ, ഈ അമ്മയുടെ സ്വരം നിങ്ങൾ ശ്രവിക്കുക. ദൈവസ്നേഹത്തിൽ മുന്നേറുന്നതിനും സമ്പൂർണതയുടെ ഔന്നത്യത്തിൽ സമ്പൂർണരായി തീരുക മാത്രമല്ല, സമ്പൂർണതയ്ക്ക് ഒരു ഔന്നത്യമുണ്ട്, ഉന്നതമായൊരു സ്ഥാനമുണ്ട്. അതിൽ എത്തിച്ചേരാനുള്ള സുനിശ്ചിത മാർഗമായ ഈ വിമല ഹൃദയം നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. വിശുദ്ധാത്മാക്കൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് കയറാനുള്ള ഗോവണിയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് അമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമ്പൂർണത എവിടെയുള്ളത്? സ്വർഗത്തിലാണ്, ദൈവത്തിലാണ്. സ്വർഗമെന്നാൽ ദൈവമാണ്. ദൈവത്തിൽ അലിയാനുള്ള മനുഷ്യൻ്റെ അഭിവാഞ്ച പ്രകൃതിയാ തന്നെ അവന് നൽകപ്പെട്ടിട്ടുണ്ട്. അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനാണ് സാത്താൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവനെ അവഗണിച്ചുകൊണ്ട് സമ്പൂർണതയുടെ ഔന്നത്യത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ഉറപ്പായ മാർഗമായ മാതാവിൻ്റെ വിമല ഹൃദയം നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. ഭയവിഹുലരാകാതെ ഈ അമ്മയോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക. സമ്പൂർണ്ണ സമർപ്പണം നടത്തുക. എൻ്റെ തിരുക്കുമാരനിൽ നിന്നും അനേകം അനുഗ്രഹങ്ങൾ വാങ്ങി നൽകാൻ ഈ അമ്മ സദാ സന്നദ്ധയാണ്. മക്കളെ, ദുഃഖങ്ങളും എതിർപ്പുകളും നിങ്ങളെ കുരിശിൻ്റെ അടുക്കിലേക്ക് നയിക്കട്ടെ. കുരിശുകൾ സ്വർഗ കവാടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. കുരിശുകൾ ഒരു വിധിയല്ല, നിധിയാണെന്ന് അമ്മ പഠിപ്പിക്കുന്നത്. എതിർപ്പുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ എത്തിക്കേണ്ടത് കുരിശിൻ്റെ അടുക്കിലേക്കാണ്. കുരിശിൻ്റെ അടുക്കിലേക്ക്. ആ കുരിശ് നിങ്ങളെ എത്തിക്കുന്നത് സ്വർഗ കവാടത്തിലേക്കാണ്. ഈ നല്ല ദിനത്തിൽ
പരിശുദ്ധ ജപമാലയുടെ കേന്ദ്ര ബിന്ദുവായ കുരിശിനാൽ നിങ്ങൾ വിശുദ്ധീകൃതരാകട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താ? ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ജപമാലയുടെ തുടക്കം വിശുദ്ധ കുരിശാണ്. വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമാകണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും. അതുകൊണ്ടാണ് ഏത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും സഹനങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്ത് റാണിയുടെ രോഗം മാറാത്തത് എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് സഹനത്തിലൂടെയാണെന്നേ. എനിക്ക് ഈശോ തന്നിരിക്കുന്ന ഒരു സമ്മാനമല്ലേ അത്, സ്വർഗ സമ്മാനം സ്വന്തമാക്കാൻ. കാരണം എൻ്റെ പ്രാർത്ഥനാ ജീവിത മണികൾ സഹനമെന്ന ചരടിൽ കോർത്തിണക്കി കുരിശിനാൽ കേന്ദ്രീകൃതമായ ജീവിതം ദൈവമഹത്വത്തിനായി സമർപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണമേ, എല്ലാവരും പ്രാർത്ഥിക്കണമേ. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനം കേൾക്കുമ്പോൾ ഈ പാപിയായ എനിക്കും കുടുംബത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളെല്ലാം ഓർത്ത്, ശ്രവിക്കുന്നവരെയും ശ്രവിക്കാത്തവരെയും ലോകം മുഴുവനെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥന കൈവിടരുത്. കുരിശുകൾ സ്വർഗ കവാടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഈ നല്ല ദിനത്തിൽ പരിശുദ്ധ ജപമാലയുടെ കേന്ദ്രബിന്ദുവായ കുരിശിനാൽ നിങ്ങൾ വിശുദ്ധീകൃതരാകട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ ബുദ്ധി ഉപദേശങ്ങൾ കേട്ട് നിങ്ങൾ തളരരുത്. ജപമാല പ്രാർത്ഥന കൈവിടരുത്. പരിശുദ്ധ ത്രിത്വം സന്തോഷിക്കുകയും സ്വർഗനിവാസികളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന ഭൂമിയിലെ മക്കളെ നിത്യാനന്ദത്തിന് അർഹരാക്കുമെന്നുള്ളതിൽ തെല്ലും സംശയമില്ല. ഇതിലൂടെ എല്ലാം അമ്മ പറയുന്നത് എന്താ? ജപമാല പ്രാർത്ഥന കൈവിടരുത്. എത്ര ബുദ്ധിജീവികൾ നിങ്ങളെ അതിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചാലും ജപമാല പ്രാർത്ഥന കൈവിടരുത്. മക്കളെ, വിശ്വസിക്കുക. നമ്മുടെ ശക്തമായ ആയുധമായ ജപമാലയുമായി അമ്മയോടൊപ്പം മുന്നേറുക. പ്രാർത്ഥനയുടെയും ഉപവിയുടെയും ജീവിതത്തിലൂടെ ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിൽ ദൈവിക സമാധാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ അമ്മ ആശംസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സമാധാന ആശംസ നമുക്ക് സ്വീകരിക്കാം. ദൈവിക മക്കൾക്കടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് അമ്മ നമുക്ക് സമാധാനം ആശംസിക്കുന്നു. ഈ സമാധാനം സ്വീകരിച്ചുകൊണ്ട് തന്നെ 42ാമത്തെ സന്ദേശം 2000 ഡിസംബർ 8 തന്നത് നമുക്ക് ശ്രവിക്കാം. എൻ്റെ വാത്സല്യമേറിയ കുഞ്ഞുങ്ങളെ, എൻ്റെ അമലോത്ഭവത്വത്തിൻ്റെ മഹത്വത്തെ സ്മരിക്കുന്ന നിങ്ങളെല്ലാവരെയും വിശുദ്ധിയുടെ ആരാമമായ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിലേക്ക് അമ്മ ഒരു ക്ഷണക്കത്ത് തരുകയാണ്. സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവര് ആ ക്ഷണക്കത്ത് സ്വീകരിക്കണം. ആ ക്ഷണക്കത്താണ് ജപമാല പ്രാർത്ഥന. അമ്മയുടെ വിമല ഹൃദയത്തിൽ ആയിരിക്കുന്ന മക്കൾക്ക് എങ്ങനെ ജപമാല പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും? അത് രക്ഷയുടെ അടയാളമല്ലേ? സ്വർഗം നേടിത്തരുന്ന നിശ്ചയമുള്ള അടയാളവും ഉറപ്പും അലംഘനീയമായ ഉറപ്പാണെന്നാണ് വിശുദ്ധാത്മാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിശുദ്ധാത്മാക്കളുടെയും ജീവിതത്തിൽ മാതൃഭക്തി എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. കാരണം ഒരു മാതൃഹൃദയത്തിന് ഒരു കുഞ്ഞിനെ തൊട്ടറിയാൻ കഴിയുന്നതിനേക്കാൾ വലുതായി മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ യേശു സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ യേശുവിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞാനതിന് സന്നദ്ധയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വാ, ഞാൻ നിങ്ങളെ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. അവതരിച്ച വചനത്തിൻ്റെ ജനനിയാകാൻ, അവതരിച്ച വചനത്തിൻ്റെ ദൈവത്തിൻ്റെ അമ്മയാകാൻ, പരിശുദ്ധ ത്രിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും എൻ്റെ പുത്രനായ യേശുവിനെ ലോകരക്ഷയ്ക്കായി നൽകുകയും ചെയ്ത നിങ്ങളുടെ അമ്മയായ ഞാൻ ഇന്ന് ദുഃഖിതയാണ്. വീണ്ടും അമ്മ സങ്കടം പറയാട്ടോ. കാരണം പാപം എന്തെന്നറിയാത്ത നിങ്ങളുടെ അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയങ്ങളിൽ അതിക്രൂരമായി മനുഷ്യമക്കളുടെ പാപശരങ്ങൾ ഏൽക്കുന്നു. പ്രിയപ്പെട്ടവരെ,
96 മുതൽ 2000 ഡിസംബർ 8 വരെ, അതായത് 2000 അവസാന ദിവസങ്ങളായിട്ടും അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? അമ്മയ്ക്ക് സങ്കടമാണ്, അമ്മ ദുഃഖിതയാണ്. പാപം എന്തെന്ന് അറിയാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല, അറിഞ്ഞില്ല അമ്മയും ഈശോയും. അങ്ങനെയുള്ള അമ്മയുടെയും യേശുവിൻ്റെയും ഹൃദയങ്ങളിൽ ക്രൂരമായിട്ട് പാപം ചെയ്ത് മനുഷ്യ മക്കൾ പാപശരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മക്കളെ, സ്വസന്താനങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട്, എങ്ങനെയാ? ജീവന് തുല്യം സ്നേഹിക്കുക അമ്മ. സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ സ്വന്തം പ്രതിബിംബം, അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ സ്വന്തം പ്രതിബിംബം. പ്രതിബിംബം എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, നമ്മളെ തന്നെ, നമ്മുടെ രൂപം. എൻ്റെ സ്വന്തം പ്രതിബിംബം നിങ്ങളിൽ കാണുന്ന സംതൃപ്തിയോടെ ഞാൻ നിങ്ങളെ നോക്കുന്നു. അതല്ലേ അമ്മയുടെ ദുഃഖം, അമ്മയുടെ സഹനം. നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ നടന്നു നീങ്ങിയാലും, ദൈവിക വഴിയിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നെങ്കിലും, അമ്മ നമ്മളെ നോക്കുന്നത് അമ്മയെ നമ്മളിൽ കാണുന്നത് പോലെയാണെന്ന്. അതായത് അമ്മയെ യേശു എങ്ങനെ കണ്ടു, അമ്മ എങ്ങനെയുള്ളവളാണ്, അമ്മ അഖിലം സൗന്ദര്യമാണ്, പാപമെന്തെന്ന് അറിയാത്തവളാണ്. അങ്ങനെയുള്ള ഒരു അമ്മയെ നമ്മളിൽ കാണുന്നത് പോലെ അമ്മ നമ്മളെ നോക്കുന്നു എന്ന്. നിങ്ങൾ സഹിക്കുമ്പോൾ ഞാനും സഹിക്കുന്നു, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു. ആരാ? പരിശുദ്ധ അമ്മ. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം. മക്കൾ നന്മ ചെയ്യുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ആനന്ദം. നമ്മുടെ മക്കളൊക്കെ നന്മയിലാ ജീവിക്കുന്നേ, ഒരു നന്മ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ, ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊരു കൊച്ചു കാര്യം ഓർത്തപ്പോൾ പറയുന്നതാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കൊറോണയുടെ അവസ്ഥയിൽ കൊച്ചു മക്കൾക്ക് പഠിക്കാൻ മൊബൈലില്ല, മൊബൈൽ വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നു എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതനുസരിച്ച് ചില മക്കള് പണം ശേഖരിച്ച് പലരോടും ചോദിച്ചു, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊക്കെ മൊബൈലുകൾ സ്കൂളിൽ എത്തിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘം, കുറച്ച് മക്കൾ ചേർന്ന് പല സ്കൂളുകളിൽ അങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഞാനും അതിൽ സന്തോഷിക്കാൻ ഇടയായി. ഭയങ്കര സന്തോഷമായി. ഒരു നന്മ ചെയ്യുമ്പോൾ ഇല്ലായ്മ കണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നന്മയുടെ ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു സന്തോഷമാണ്. അതുപോലെ അമ്മ പറയുന്നേ, നിങ്ങൾ സഹിക്കുമ്പോൾ, നിങ്ങൾ കരയുമ്പോൾ അമ്മ കരയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അമ്മ സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ അമ്മ ആനന്ദിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്കൊരു ചെറിയ സമ്മാനം കിട്ടിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷെ ആനന്ദം ഉണ്ടാകില്ല. ആനന്ദം ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഈശോയുടെ പീഡാസഹനങ്ങൾ അനുഭവിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആത്മീയ ആനന്ദമാണ്. ആ ആനന്ദം മറ്റൊരു അനുഭവത്തിനും തരാൻ പറ്റില്ല. അത് സഹനത്തിലൂടെ ലഭിക്കുന്ന ആനന്ദമാണ്. അത് വേറൊരു സന്തോഷത്തിനും തരാൻ പറ്റില്ല. അതാണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളിൽ നന്മയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ആനന്ദിക്കും, നമ്മളിൽ തിന്മയുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ദുഃഖിക്കും. എന്തെന്നാൽ എൻ്റെ മാതൃകാരുണ്യം എല്ലാ പാപികളിലേക്കും, വിശിഷ്യ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരിലേക്കും, ദൈവിക ദയ കൂടുതൽ ആവശ്യമുള്ളവരിലേക്കും ധാരാളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്വീകർത്താക്കളാണ് കുറവായിട്ട് നിൽക്കുന്നത്. എപ്പോഴും ഈ മാതൃകാരുണ്യം, കരുണയുടെ അമ്മ കാരുണ്യം വർഷിക്കുന്നുണ്ട്, സ്വീകരിക്കാനാണ് നമ്മൾ മടി കാണിക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ ഈ സമയത്തുള്ള പ്രയാസമേറിയ വഴികളിലൂടെ നിങ്ങളെ ഞാൻ കൈപിടിച്ച് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ, നമ്മൾ അനുഭവിക്കുന്നില്ലെന്ന് മാത്രം. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ചുവടുകൾ ഓരോന്നായി വയ്ക്കുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു, അല്ലേ? 1-ാമത്തെ സന്ദേശം മുതൽ 42-ാമത്തെ സന്ദേശത്തിൽ എത്തി നിൽക്കുമ്പോൾ അമ്മ പറയാ, ഒരമ്മ
അമ്മ മക്കളെ നടക്കാൻ പഠിപ്പിക്കില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ ഒറ്റടി വെച്ച് നടന്നു തുടങ്ങുമ്പോൾ അമ്മമാർ കൈപ്പിടിച്ച് വീണ്ടും വീണ്ടും അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സഹായിച്ചു, പഠിപ്പിച്ചു. ഓരോ വീഴ്ചകൾക്ക് ശേഷവും അത്രയൊക്കെ പഠിപ്പിച്ചെങ്കിലും നമ്മൾ പലപ്പോഴും വീണുപോയി അല്ലേ? ഓരോ വീഴ്ചകൾക്ക് ശേഷവും എത്ര പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ എടുത്തത്? മക്കളെ, നിങ്ങൾ അറിഞ്ഞോ? അത് നിങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മ എടുത്തത് അറിഞ്ഞോ? ഇതൊക്കെ പഠിപ്പിച്ചിട്ടും പലപ്പോഴും വീണുപോയി. പക്ഷേ അമ്മ വീണ്ടും എടുത്തു എന്ന് അമ്മ പറയുന്നത്. നിങ്ങളുടെ വേദനിക്കുന്ന മുറിവുകൾ എത്ര പ്രാവശ്യം വെച്ച് കെട്ടി? ദൗർബല്യത്തിൽ ശക്തി പകർന്ന് ഈ അമ്മ കൂടെയുണ്ടായിരുന്നല്ലോ. എൻ്റെ സ്വർഗീയ സാന്നിധ്യം നൽകുന്ന സുഗന്ധമില്ല എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെയില്ല എന്ന് ചിന്തിക്കരുത്. പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധം അനുഭവിച്ചിട്ട് മാതൃസ്നേഹത്തിൻ്റെ അടയാളം, മാതൃ സാന്നിധ്യത്തിൻ്റെ അടയാളമാണത്. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ അടയാളമാണത്. ഒരു കാലയളവിൽ അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു. 100 പേര് 200 പേരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പലതരത്തിലാണ് ഒരേ സമയത്ത് അത് അനുഭവിച്ചു കൊണ്ടിരുന്നത്. പല പാപികളും മാനസാന്തരപ്പെട്ട അനുഭവങ്ങളും പല അത്ഭുതങ്ങൾ അതുവഴി നടന്നതും ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മ പറയാണ്, ആ സ്വർഗീയ സാന്നിധ്യം നൽകുന്ന സുഗന്ധം ഇനി അതുപോലെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതിനാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം, നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ സൗരഭ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ശുദ്ധത എന്ന അമൂല്യ പുണ്യം, ശുദ്ധത, ആ അമൂല്യ പുണ്യത്തെ കോപ ആവേശത്തോടെ അപഹരിച്ചുകൊണ്ട് പോകുന്നതിൽ സാത്താൻ കുറെ വിജയിച്ചു. എൻ്റെ പ്രിയ മക്കൾ കുറ്റബോധത്തിൽ ജീവിക്കുന്നത് അവൻ്റെ സന്തോഷമാണ്. എന്നാൽ മക്കളെ പാപസങ്കീർത്തനത്തിലൂടെ സന്തോഷം വീണ്ടെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം വഴി ആത്മീയ നിറവുള്ളവരാകുകയും ചെയ്യുക. സാത്താൻ്റെ രൂപവും ഭാവവും തന്ത്രങ്ങളും വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനം കൊടുക്കരുത്. സംശയ വീക്ഷണവും തെറ്റിദ്ധാരണകളും പരിത്യക്താവസ്ഥകളും അനുഭവിച്ച് നിങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവർക്ക് അജ്ഞാതമെങ്കിലും സ്വർണത്തേക്കാൾ വിലയേറിയ നിങ്ങളുടെ ആത്മാവിൻ്റെ മുറിവുകളിൽ നിന്നൊഴുകുന്ന ചുടുനിണത്താൽ ഈ അമ്മ മറ്റുള്ളവരുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കുന്നു എന്നറിയുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് അജ്ഞാതം, അവർക്ക് അറിയില്ലെങ്കിലും സ്വർണത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവിൻ്റെ മുറിവ്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുമ്പോൾ, കുറ്റം വിധിക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആത്മാവിൻ്റെ വേദനയുണ്ടല്ലോ, ആത്മാവിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ചുടുനിണമാണെന്ന് അമ്മ പറയുന്നത്, ചൂടുള്ള രക്തമാണെന്ന്. അങ്ങനെ ഒത്തിരി പ്രാവശ്യം രക്തം പൊടിഞ്ഞിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും. അപ്പം അമ്മ ആശ്വസിപ്പിച്ചതാണത്. അങ്ങനെയുള്ള ചുടുനിണത്താൽ ഈ അമ്മ മറ്റുള്ളവരുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കും. അതാണല്ലോ സഹനം സ്വീകരിക്കാൻ നമ്മൾക്ക് പ്രേരക ശക്തി നൽകുന്നത്. നമ്മുടെ സഹനം വഴി അനേകാത്മാക്കൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് സഹിക്കാം. പ്രിയപ്പെട്ടവരെ, സംശയാലുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സംശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രത്യാശയോടെ കാൽവരി മല കയറുക. നിങ്ങളുടെ സഹനവും എളിമയും താഴ്മയും പുറന്തള്ളലും നിശബ്ദതയും വഴി ദൈവീക പദ്ധതി പൂർത്തീകരിക്കപ്പെടും. നിങ്ങളുടെ അരികെ ഈ അമ്മയുണ്ട്. ഉറ്റ സുഹൃത്തുക്കളാൽ പോലും പുച്ഛിച്ച് തള്ളപ്പെടാവുന്ന പരിത്യക്താവസ്ഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിക്കുക വഴി എൻ്റെ സൈന്യനിരയെ തടസ്സപ്പെടുത്തുവാനായി എൻ്റെ ശത്രു മാരകമായ കെണികൾ ഒരുക്കുന്നതിൽ പരാജയപ്പെടും. മക്കളെ, സഹന ജീവിതവും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയും ദിവ്യകാരുണ്യ സമർപ്പണവും വിമല ഹൃദയ പ്രതിഷ്ഠയും വഴി നിങ്ങൾ ശക്തരായി ധീരതയോടെ മുന്നേറുക. പ്രൈസ് ദി ലോർഡ്. ഈ ധീരത നമ്മളിൽ ഉണ്ടാകണം. മറ്റുള്ള ഉറ്റ സുഹൃത്തുക്കളായിരിക്കും നമ്മളെ ചിലപ്പോൾ പുച്ഛിച്ച് തള്ളുക. ആ തള്ളലാണ് നമ്മുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുക. എല്ലാവരും പരിത്യക്തരായി നമ്മളെ കാണും. അങ്ങനെ അതൊരു ക്ഷണമാണത്രേ. ആ ക്ഷണം സ്വീകരിച്ചിട്ട് ദൈവിക സൈന്യനിരയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെണികളെയും പൊട്ടിച്ചു മുന്നേറാനായിട്ട് ഈ ക്ഷണം നമുക്ക് സ്വീകരിച്ച് മുന്നേറാം.
ദൈവീക സൈന്യനിരയിൽ നമ്മളെല്ലാവരും അംഗങ്ങളാണ്. സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം, സഹനങ്ങളെ സ്നേഹത്തോടെ നമുക്ക് പുൽകാം. അതിനുള്ള ശക്തി പരിശുദ്ധ അമ്മ വഴി ഈശോ എല്ലാവർക്കും നൽകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കുമായി കടന്നു വരുന്ന ദിവ്യകാരുണ്യീശോയെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി അല്പം ത്യാഗത്തോടെ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി, ലോകവ്യാപകമായ അക്രമങ്ങളിൽ കർത്താവിന്റെ കരുണ ഒഴുകപ്പെടാൻ വേണ്ടി മുട്ടുകുത്തി ഈശോയുടെ മുൻപിലേക്ക് കരങ്ങൾ യാചനാവർ തുറന്നു പിടിച്ച് ഒരുമിച്ചൊരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും സർവശക്തനെ ആരാധിക്കുന്നു കർത്താവേ. ആയിരുന്നോനും ഈശോയെ ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. യേശു മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലെ നമ്മൾ ജനലക്ഷങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ, വിവിധ സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമായിരുന്ന് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ലോകവ്യാപകമായ അക്രമങ്ങൾ, എന്തുകൊണ്ടാണ് ലോകത്തിൽ അക്രമങ്ങളും അതിക്രമങ്ങളും അനീതികളും ദുഷിപ്പുകളും എല്ലാവിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്? നമ്മൾ ദൈവവചനത്തിലൂടെ, അമ്മ മാതാവിലൂടെ വെളിപ്പെട്ട പ്രവചന സന്ദേശങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടു. കർത്താവിൻ്റെ വാക്കുകളോടുള്ള ധിക്കാരപൂർണമായ അനുസരണക്കേടാണ്. സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങളെ നിസാരമായി, ലാഘവമായി കണ്ട് അതിനവഹേളിച്ചും സംശയിച്ചും അവിശ്വസിച്ചും നമ്മൾ പുറം തള്ളുമ്പോൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ കൃപ മങ്ങിപ്പോവുകയാണ്. വളരെ കലുഷിതമായ ഒരു അവസ്ഥ ലോകത്തിൽ നടമാടുകയാണ്. അമ്മ മാതാവ് പറഞ്ഞു, മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ലോകത്തിൽ സമാധാനമുണ്ടാകും. എന്താണ് അമ്മ മാതാവിന് നമ്മോട് പറയാനുള്ളത്? പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം, കൗദാശിക ജീവിതം, മാനസാന്തരം, ഉപവാസം. ഈ ഒരു ജീവിതം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് സഭയിലും ലോകത്തിലും പ്രവർത്തിക്കുമെന്ന് സ്വർഗം ഉറപ്പ് തരികയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സാധിക്കുന്നവർ മുട്ടുകുത്തി ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ച് നമ്മളായിരിക്കുന്നിടത്ത് പാപികളെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അസംഖ്യം ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുകയാ. റാണി ചേച്ചിയുടെ അമ്മ മാതാ പറഞ്ഞില്ലേ, നമ്മൾ ദൈവത്തിന്റെ സൈന്യ നിരയിലെ മുന്നണി പോരാളികളാണ്.
നമ്മൾ കർത്താവിന്റെ സൈന്യമാണ്. ദൈവം നമ്മൾ അതിനായി നിയമിച്ചിരിക്കുകയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി, മർദ്ദിത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ഈശോയേ, സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ഫാത്തിമയിൽ മലാക പഠിപ്പിച്ച മാഫപേക്ഷ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ചൊല്ലുകയാണ്. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ പ്രത്യാശയർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട്, കർത്താവേ, എല്ലാവരും ഉച്ചത്തിൽ ഹൃദയം തുടങ്ങി വിളിച്ച കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈശോയെ ചങ്കുപൊട്ടി വിളിച്ച ഈശോയെ, ഈശോയെ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ദിവ്യകാരുണ്യ സന്നിധിയിലെ കരങ്ങൾ വിരിച്ചു പിടിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങൾ വിരിച്ചു പിടിക്കുക. ലോകത്തിന്റെ എല്ലാ പ്രവർത്തികളെയും ഓർത്ത് ചങ്കുപൊട്ടി കരയ ഈശോയുടെ മുമ്പില്. ലോകവ്യാപകമായ അക്രമങ്ങള്, നമുക്ക് എന്തുമാത്രം അക്രമങ്ങളാണ് നടക്കുന്നത്. ഒരുപാട് അതിക്രമങ്ങൾ ലോകത്ത് നടക്കുകയാണ്. വംശീയ കലാപങ്ങള്, ആഭ്യന്തര കലഹങ്ങള്, യുദ്ധഭീഷണികള്, മനുഷ്യർ പരസ്പരം ഹിംസിക്കുന്നു, കൊല്ലുന്നു, നശിപ്പിക്കുന്നു, ക്രൂരതയോടെ പെരുമാറുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ദൈവത്തോടുള്ള അനുസരണക്കേട്. സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു, അതിനെ പുച്ഛിക്കുന്നു, അവഹേളിക്കുന്നു, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ചവിട്ടിക്കളയുന്നു. ഈശോയെ, കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവായ യേശുവിന്റെ പാപപരിഹാര ബലിയോട് ചേർന്ന്, ഈശോയുടെ തിരുബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർന്ന് ലോകം മുഴുവനും വേണ്ടി, ലോകവ്യാപകമായ അതിക്രമങ്ങളിൽ ലോക സമാധാനം ഉണ്ടാകാൻ, ദൈവകരുണ ഒഴുകപ്പെടുവാൻ, കർത്താവിന്റെ കരുണ ഒഴുകപ്പെടുവാൻ, ലോകരാജ്യങ്ങളിലേക്ക്, പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്കും കർത്താവിന്റെ കരുണ ഒഴുകപ്പെടുവാൻ അമമാതാവിന്റെ രക്തക്കണ്ണീരോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹം ഈശോ, 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 അമമാതാവേ, ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ ലോകവ്യാപകമായ അക്രമങ്ങളിൽ കർത്താവെ കരുണ ചൊരിയണം. ലോകത്തിന് സമാധാനം തരണം. രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. ഈശോ, 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 എല്ലാ അക്രമങ്ങളും, എല്ലാ അതിക്രമങ്ങളിലും കർത്താവിന്റെ കരുണ ഒഴുകപ്പെടട്ടെ. അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ജീവിതങ്ങളിൽ മാനസാന്തരത്തിന് ക്രമം ഒഴുകട്ടെ. ഈശോ, 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 തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. പരിത്യാഗമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കും. പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ സ്നേഹത്തെ പ്രതി പ്രാർത്ഥിക്കും. ഞാൻ അനേകം ആത്മാക്കളെ എന്റെ ഈശോയ്ക്ക് വേണ്ടി നേടും. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഈശോ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ.
എല്ലാ അതിക്രമങ്ങളിലേക്കും കരുണ ഒഴുകട്ടെ കർത്താവേ. സാധിക്കുന്നവരെ മുട്ടുകുത്തി നിൽക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ കൈകൾ പരസ്പരം ഒന്ന് കോർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ചോ. കൈകൾ കഴച്ചേക്കാൻ ദൈവമക്കളെ, എങ്കിലും ഇത് കൃപയായി സ്വീകരിക്കണം, കൃപയായി സ്വീകരിക്കണം, കൃപയായി സ്വീകരിക്കണം. നമ്മുടെ സഹനങ്ങളെ കർത്താവിൻ്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് വെക്കണം. അസംഖ്യ ആത്മാക്കൾ ഈശോയ്ക്ക് വേണ്ടി നേടണം. ഇന്ന് ഈശോ നമ്മളെ വിളിച്ചാൽ ഈ ലോകത്തിലെ സകല ജീവിതം തീർന്നില്ല ദൈവമക്കളെ. ഉള്ള ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തി സ്വർഗത്തിന് പ്രയോജനമുള്ളതായി തീരട്ടെ. അനേക ആത്മാക്കളെ നേടാൻ, അനേകം ജീവിതങ്ങൾ ഈശോയ്ക്ക് വേണ്ടി നേടാൻ എൻ്റെ കൊച്ചു ജീവിതം മുഖാന്തിരമാകട്ടെ. കരങ്ങൾ കോർത്തു പിടിച്ച് എല്ലാ ദിവികാരണത്തിൽ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ ചങ്ക് പൊട്ടി എല്ലാ സഹോദരി സഹോദരങ്ങളും, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വൈദികരെ, എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങള്, എൻ്റെ കുഞ്ഞുമക്കള്, എൻ്റെ യുവജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കോർത്തു പിടിച്ച് കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു, യേശുവേ, ഈശോയേ, ലോകത്തിന് മേൽ കരുണ ചൊരിയണമേ, കൃപ ഒഴുക്കണമേ. ലോകവ്യാപകമായ അക്രമങ്ങള്, തീവ്രവാദ പ്രവർത്തനങ്ങള് കർത്താവേ, IS-ന്റെ മേൽ, ബൊക്കോ ഹറാമിന്റെ മേൽ, ഫുലാനികളുടെ മേൽ കർത്താവേ, മറ്റെല്ലാ തീവ്രവാദ സംഘടനകളുടെ മേൽ കൃപ ഒഴുകട്ടെ. ക്രൈസ്തവ വിരുദ്ധത, ഈ കർത്താവേ, ഈ പൈശാചിക ശക്തികളെ തകർത്ത് കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം അരുളണമേ. തിരുസഭയ്ക്ക് സമാധാനം നൽകണമേ. ലോകത്തിന് സമാധാനം നൽകണമേ. കുടുംബത്തിന് സമാധാനം പകരണമേ. ദേശങ്ങൾക്ക് സമാധാനം നൽകണമേ. സമൂഹങ്ങൾക്ക് സമാധാനം നൽകണമേ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു നിമിഷം വലതുകരം ഉയർത്തി ദൈവമക്കളെ, നമ്മൾ തുറന്നു വരുന്ന എല്ലാ ദിനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിവസവും കൂടുതൽ കൃപയുടെ ദിനങ്ങളായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ ഷെക്കേന ടെലിവിഷന് സ്നേഹത്തോടെ ഓർക്കുക. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. ഈശോയുടെ നാമത്തിൽ സ്നേഹവും നന്ദിയും എല്ലാം നിങ്ങൾ അറിയിക്കുകയാണ്. ചങ്കിലേക്ക് നിങ്ങൾ ഈ ഷെക്കേനായി മാധ്യമ ശുശ്രൂഷ ഏറ്റെടുക്കണം. അനേകരുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊരു വലിയ യുദ്ധമാണ്, കർത്താവിന് വേണ്ടിയുള്ള യുദ്ധമാണിത്. അതുകൊണ്ട് ഒത്തിരി ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ പലരും സഹായിക്കുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. സാമ്പത്തികമായി സഹായിക്കുന്ന മക്കൾ, അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ, അവരുടെ നിയോഗങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ച് സഹായിക്കുന്നവർ, മറ്റു പല വിധത്തിലും സഹായിക്കുന്നവരെ, ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന പതിനായിരങ്ങൾ കൃപയിൽ നിറയാൻ, അഭിഷേകത്തിൽ നിറയാൻ, അവരുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, അവരുടെ നിയോഗങ്ങളിൽ ആശീർവദിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഷെക്കേന ടെലിവിഷൻ എല്ലാ DTH പ്ലാറ്റ്ഫോമുകളിലേക്ക്, ടാറ്റ സ്കൈ, എയർടെൽ, വീഡിയോകോൺ, ഡിഷ് TV, സൺ ഡയറക്റ്റ്, ഇതിലെല്ലാം വരാൻ ഒരുപാട് പേര് ഓരോ ദിവസവും ഷെക്കേന ഓഫീസിൽ വിളിക്കുന്നുണ്ട്. അവർക്ക് ഷെക്കേന കിട്ടുന്നില്ല ടെലിവിഷനിലൂടെ. പലരും യൂട്യൂബിലൂടെയാണ്, ഓൺലൈനിലൂടെയാണ് കാണുന്നത്. എൻ്റെ മക്കളെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാവരും അതിനുവേണ്ടി തടസ്സങ്ങൾ മാറി എല്ലാ DTH പ്ലാറ്റ്ഫോമുകളിലും ഷെക്കേന ലഭ്യമാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങളത് ഡിമാൻഡ് ചെയ്യണം. ഷെക്കേന വേണമെന്ന് ഡിമാൻഡ് ചെയ്യണം. എല്ലാവരും അതിന് തയ്യാറാകണം. അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. ഹല്ലേലൂയ, ഈശോയെ നന്ദി. നമ്മൾ ഫ്രീ ആയിട്ട് ഷെക്കേന ടെലികാസ്റ്റ് ചെയ്യുന്ന ACV, കേരള വിഷൻ, ഡൻ TV, ഭൂമിക, ഇടുക്കി വിഷൻ, മറ്റ് കേബിൾ നെറ്റ്വർക്കുകൾ ഈശോയുടെ സന്നിധിയിൽ നന്ദിയോടോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ എല്ലാ DTHകൾ നമ്മൾ ഫ്രീ ആയിട്ട് വരണം. നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വലതുകരം ഉയർത്തി നിയോഗങ്ങൾക്കെല്ലാം, തുറന്നു വരുന്ന ദിവസങ്ങളിലെ ശുശ്രൂഷകളിലെല്ലാം ആത്മാവിന്റെ തീ ഇറങ്ങാൻ, കൃപ ഒഴുകാൻ, നമ്മുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെല്ലാം എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് വലതുകരം ഉയർത്തി നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എല്ലാ നന്മകളാലും അലങ്കരിക്കണമേ. Bless Lord, anoint Lord, anoint Lord. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ കൂട്ടായ്മകളിലേക്കും തിരുസഭയിലേക്കും ലോകം മുഴുവനിലേക്കും സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ശക്തിപ്പെടുത്തുന്ന കർത്താവേ നന്ദി. ഇരുകരങ്ങളും ഉയർത്തി ലോകത്തിന് വേണ്ടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഞ്ചഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ലോകം മുഴുവനും സമാധാനം നൽകണമേ. ലോകരാജ്യങ്ങളിൽ സമാധാനം നൽകണമേ കർത്താവേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. അക്രമങ്ങള്, അടിപിടികള്, അതിക്രമങ്ങള്, നാശങ്ങള്, തകർച്ചകള് എടുത്തു മാറ്റണമേ കർത്താവേ. കരുണ ചൊരിയണമേ, സമാധാനം നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9456178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.